വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം. റിവലേഷൻ ചാപ്റ്റർ 22 വേഴ്സ് 17. ഈ യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യം. ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ 4 വേഴ്സ് 8. വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു. കേൾക്കുന്നവന് വരിക എന്ന് പറയട്ടെ. ദാഹിക്കുന്നവൻ വരട്ടെ. ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. യാക്കോബിൻ ലേഖനം ആരെങ്കിലും എടുത്തെങ്കിലും ഉറക്കം വായിക്കാമോ? ദൈവത്തോടെ അടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോടെ അടുത്ത് വരും. പാപികളെ കൈകളെ വെടിപ്പാക്കുവീൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പീൻ. കർത്താവേ, വചനത്തിനായി സ്തോത്രം. ഞങ്ങളോട് സംസാരിക്കണമേ. കഴിഞ്ഞ ദീർഘവർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ആരംഭിച്ച ദൈവസഭാ പ്രവർത്തനം ദൈവമേ നടത്തിയ വഴികളെല്ലാം ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രിയ സജിപാശങ്ങളെ, കുടുംബത്തെ ഓർക്കുന്നു. ദൈവമേ, അങ്ങയുടെ ദാസന് നല്ല മനസ്സിനെ ഓർക്കണമേ. ദേശത്തോടുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യവും മനസ്സും കർത്താവിൻ്റെ ജനത്തോടുള്ള വാഞ്ചയും സുവിശേഷത്തോടുള്ള തീഷ്ണതയും ഓർക്കണമേ. കർത്താവെ, അനേകർ ഭൗതികമായി അവർ സമ്പാദിച്ച് അവരുടെ കാര്യങ്ങൾ നോക്കുമ്പോൾ കർത്താവെ, അദ്ദേഹത്തിന് ലഭ്യമായ അധ്വാന ഫലത്തിൻ്റെ വിഹിതം ഇങ്ങനെയുള്ള വേലയ്ക്ക് വേണ്ടി ചെലവിടുന്നത് ദൈവനീതിയായി കിടക്കണമേ. കർത്താവ് ഓർക്കണമേ. ഈ യോഗങ്ങളെ അനുഗ്രഹിക്കണമേ. വചനത്താൽ ആത്മാവിനാൽ ശക്തരാക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. 2 വേദഭാഗങ്ങളാണ് വായിച്ച് കേൾപ്പിച്ചത്. തിരുവെഴുത്തിലെ അവസാന അധ്യായം, വേദപുസ്തകത്തിലെ അവസാന അധ്യായം, വെളിപ്പാട് ദിവസം 22-ന്റെ 17-ാം വാക്യം. വരിക എന്നൊരു ശബ്ദം. വരിക. ഈ ബ്ലസ് മല്ലപ്പള്ളിയിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവന്നിരിക്കുമ്പോൾ എന്നോടും നിങ്ങളോടും ദൈവം സംസാരിക്കാനുള്ളൊരു ദൂതാണ് വരിക. ഉറക്കെ പറഞ്ഞാട്ടെ, വരിക. ഇവിടെ പറയുന്നത് രക്ഷയിലേക്കുള്ളൊരു വിളിയാണ്, നിത്യജീവനിലേക്കൊരു വിളിയാണ്. വചനത്തിന് ബഹുമുഖമായ അർത്ഥങ്ങളുണ്ട്. ആത്മാവ് പറയുന്നു വരിക എന്നും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നമ്മളിവിടെ സംസാരിക്കുമ്പോൾ, പ്രസംഗിക്കുമ്പോൾ തന്നെ ലോകത്തിൻ്റെ എല്ലാ ഭാഷകളിലും ഒരു ശബ്ദം മുഴങ്ങുകയാണ്, നിർമ്മല സുവിശേഷം. എല്ലാവരെയും മാടി വിളിക്കുക, വരിക. സഭ ലോകത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക, വരിക. കേൾക്കുന്നവൻ്റെ ഉത്തരവാദിത്വമാണ് അവനും പറയണം വരിക. എൻ്റെയും നിങ്ങളുടെ ഏറ്റവും വലിയൊരു ദൗത്യമാണ് സുവിശേഷം അറിയിക്കുക. അതാണ് കർത്താവ് പറഞ്ഞത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുക. അപ്പോൾ ആ സാക്ഷ്യത്തിൻ്റെ ഭാഗമാണ് ബ്ലസ് മല്ലപ്പള്ളി എന്നൊരു യോഗം ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. വിളിക്കുക. ഈ യോഗം ആരംഭിക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് പബ്ലിസിറ്റി ചെയ്തു, പല മാധ്യമങ്ങളിലൂടെ വരിക. എന്നാൽ നമ്മൾ ചെവിയുള്ളവർ കേട്ടവർ വന്നതിനായി സ്തോത്രം പറയുകയാണ്. എന്നാൽ വീണ്ടും ഇത് ലൈവായി പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴും കർത്താവിൻ്റെ വരവോളം ഈ ലൈവ് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഈ മെസ്സേജ് കേൾക്കുന്നവർക്ക് വരിക, നിത്യത്തിലേക്ക്, ദൈവപ്പെങ്കിലേക്ക് വരിക. അകന്നുപോയ മനുഷ്യനെ, ഏദൻ തോട്ടത്തിൽ നിന്ന് അകന്നുപോയവരെ വിളിക്കുകയാണ്, ഇന്നും വിളിക്കുകയാണ്. ആദത്തെ ഔവ്വയും വിളിച്ച വിളി, ആമേൻ, മനുഷ്യ നീ എവിടെ? ആ വിളി ഇന്നും മുഴങ്ങുകയാണ്, വരിക. എന്നാൽ അടുത്തു വന്ന് ഈ കൃപ അനുഭവിപ്പാൻ ഭാഗ്യം ലഭിച്ചവർക്കായി സ്തോത്രം പറയുകയാണ്. സ്തോത്രം. കൃപയാലും എനിക്കും നിങ്ങൾക്കും രക്ഷിക്കപ്പെടുവാനും കർത്താവിനെ സേവിപ്പാനും ഭാഗ്യം ലഭിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. യാക്കോബിൻ ലേഖനത്തിലൂടെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. 4-ാം അധ്യായം 8-ാം വാക്യം ഇങ്ങനെയാണ് വായിച്ചത്. ദൈവത്തോടെ അടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ആത്യന്തികമായി ദൈവം ആഗ്രഹിക്കുന്നത് ഞാനും നിങ്ങളും അടുത്തു വരിക എന്നുള്ളതാണ്. ഇനി എന്നെ നോക്കിയിരുന്നാട്ടെ, ശ്രദ്ധിച്ചാട്ടെ. ഉപവാസവും പ്രാർത്ഥനയും. ബ്ലസ് മല്ലപ്പള്ളി എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു ഉപവാസമുണ്ടും പ്രാർത്ഥനയുണ്ട്, അല്ലേ? ഉപവാസവും പ്രാർത്ഥനയുമാണ്. ഇങ്ങോട്ട് നോക്കിക്കേ. ഉപവാസം എന്ന് പറയുമ്പോൾ ദൈവത്തോട് അടുത്തു വരേണ്ട ഒരു നിയോഗം. അടുത്തു വരിക. എത്രമാത്രം അകന്നു പോയിട്ടുണ്ടോ
അവരവർക്കറിയാം അകന്നുപോയവർ ദൈവത്തിൽ നിന്നും, ദൈവസാന്നിധ്യത്തിൽ നിന്നും, ഏകാഗ്രതയിൽ നിന്നും, പ്രാർത്ഥനയിൽ നിന്നും, വചനധ്യാനത്തിൽ നിന്നും അകന്നുപോയവർ ഈ ബ്രസ് മല്ലപ്പള്ളിയിലൂടെ വചന ശുശ്രൂഷയിലൂടെ മടങ്ങി വരണം. എനിക്ക് നിങ്ങളെ മറയ്ക്കാൻ പറ്റും, നിങ്ങൾക്ക് എന്നെ മറയ്ക്കാൻ പറ്റും, സജി പാസ്റ്ററെ മറയ്ക്കാൻ പറ്റും, ആരെ വേണമെങ്കിലും മറയ്ക്കാം. പക്ഷേ മറയപ്പെടാത്തൊരു കണ്ണ് ഇവിടെ തുറന്നു വെച്ചിട്ടുണ്ട്. നമ്മൾ ചില മാളുകളിലൊക്കെ ചെല്ലുമ്പോൾ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ CCTV നിരീക്ഷണത്തിലാണ് എന്നതുപോലെ ഒരു നിരീക്ഷണത്തിലാണ് ഞാനും നിങ്ങളും. അഗ്നിജാലയ്ക്കത്തുള്ള കണ്ണുള്ളവൻ ബ്രസ് മല്ലപ്പള്ളിക്കകത്ത് അവൻ്റെ കണ്ണുള്ളതിനായി സ്തോത്രം പറയട്ടെ. വരിക, ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. നമ്മൾ തീരുമാനമെടുത്ത് ആരംഭകാല വിശ്വാസത്തിൽ നിന്ന്, ആരംഭകാല ഭക്തിയിൽ നിന്ന്, ആരംഭകാല പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന്, ഏകാഗ്രതയിൽ നിന്ന് എത്രമാത്രം അകന്നു പോയിട്ടുണ്ടോ, അവൻ അടുത്തു വന്നാൽ അതിന് ഇരട്ടി അടുത്തു വരുന്ന നല്ല കർത്താവ്, ക്ഷമിക്കുന്നവനായ ദൈവം. ഉറക്കെ പറഞ്ഞാട്ടെ എന്ന്. എന്നും പാപം ചെയ്തുകൊണ്ടേയിരിക്കുക എന്നല്ല, മനുഷ്യനല്ലേ, ചിന്തയിൽ നോട്ടത്തിലൊക്കെ തെറ്റുകൾ വന്നേക്കാം, അതിനപ്പുറമായൊന്നും പോകരുത് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഏതെങ്കിലും കാരണവശാൽ അകന്നു പോയിട്ടുണ്ടെങ്കിൽ ആമേൻ ഈ കൂട്ടായ്മയിലൂടെ അടുത്തു വരണം. മടുത്തു പോയിട്ടുണ്ടെങ്കിൽ, മതിയാക്കിയിട്ടുണ്ടെങ്കിൽ, ഏകാഗ്രത, പ്രാർത്ഥനാ ജീവിതം, സമർപ്പണ ജീവിതം, കൂട്ടായ്മ, വചനധ്യാനം, ജീവിത വിശുദ്ധി ആ മേഖലയിൽ നിന്നും അകന്നു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ അടുത്തു വരാൻ കർത്താവ് പറയുകയാണ്. അടുത്തു വരുന്നതോട് അടുക്കുന്ന കർത്താവ്. അടുക്കുവാൻ ഇങ്ങോട്ട് നോക്കിക്കേ. ഒന്ന്, ദൈവമായി നിരപ്പാകണം. പുറമേ സ്തോത്രം പറയുന്നു, പാടുന്നു, പ്രസംഗിക്കുന്നു, സാക്ഷ്യം പറയുന്നു, ഒക്കെ ശരിയാണ്. എന്നാൽ ഹൃദയം കൊണ്ട് മടുത്തുപോയവർ, അകന്നുപോയവർ, ക്ഷീണിച്ചു പോയവർ, തണുത്തുപോയവർ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവാത്മാവ് ഇടപെടുന്നു. ഒരു നല്ല ചാൻസാണ് നിനക്ക് ശക്തിപ്പെടാൻ, മടങ്ങി വരാൻ, അനുഗ്രഹം പ്രാപിപ്പാൻ, മനസ്സ് പുതുക്കുവാൻ, രൂപാന്തരപ്പെടുവാൻ, ശക്തിപ്പെടുവാൻ, ആത്മാവ് ബലപ്പെടുവാൻ, കൃപയിൽ നിറയുവാൻ ഒരു സുവർണ അവസരം ഈ പട്ടണത്തിൽ ഒരുക്കപ്പെട്ടതിനായി സ്തോത്രം പറയുകയാണ്. ഒന്ന്, ദൈവമായി നിരപ്പാകണം. ആരുമായി നിരപ്പാകണം? ദൈവമായി നിരപ്പാകണം. ലൈവായി ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും കാരണവശാൽ വിശ്വാസ ജീവിതത്തിൽ നിന്നും, ആരംഭകാല വിശ്വാസത്തിൽ നിന്നും, ആരംഭകാല ഭക്തിയിൽ നിന്നും, ആരംഭകാല ദൈവസ്നേഹത്തിൽ നിന്നും അകന്നു പോയിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ വേണ്ടി ദൂത് പറയുകയാണ്, നീ മടങ്ങി വരണം. രണ്ട്, മനുഷ്യനുമായി നിരപ്പാകണം. ദൈവത്തിൽ വസിക്കുന്ന, ദൈവത്തിലെ ഉപസിച്ചും പ്രാർത്ഥിച്ചിരിക്കുന്ന സഹോദരങ്ങളെ, വ്യക്തികൾ സഹോദരങ്ങളുമായിട്ട് ഏതെങ്കിലും വിഷയത്തിൽ വിശ്വാസം സംബന്ധിച്ച് നിന്നെ ഒറ്റപ്പെടുത്തിയേക്കാം, അത് വേറെ കാര്യം. നിന്നെ ശപിച്ചേക്കാം, നിന്നെക്കുറിച്ച് അപവാദം പറഞ്ഞേക്കാം, അതല്ല ഞാൻ പറയുന്നത്. നാം നിമിത്തം ഏതെങ്കിലും ഇടർച്ചകളോ സംസാരങ്ങളിലൂടെയോ ആരെങ്കിലുമായി ഇടറിയിട്ടുണ്ടെങ്കിൽ, കൈപ്പായിട്ടിരിക്കുന്നെങ്കിൽ ആ വ്യക്തികളുമായി നിരപ്പാകണം. ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നെങ്കിൽ ദൈവത്തോട് നമുക്ക് പ്രാഗൽഭ്യമില്ല. ഹൃദയം കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട്. ബ്രസ് മല്ലപ്പള്ളിയിലൂടെ ഉണ്ടാകേണ്ടത് ഒരു നല്ല ഹൃദയം. എത്ര ആഗ്രഹിക്കുന്നുണ്ട്? ഒരു നല്ല മനസാക്ഷി, ഒരുക്കപ്പെട്ടൊരു ഹൃദയം ഇന്ന് രാവിലെ ഉണ്ടാകാനായി സ്തോത്രം പറയുകയാണ്. പ്രൈസ് ഗോഡ്. ഒന്ന്, ദൈവമായി നിരപ്പാകണം. രണ്ട്, മനുഷ്യനുമായി, സഹോദരങ്ങൾ, മാതാക്കന്മാർ, തലമുറകൾ, സഹോദരങ്ങൾ തമ്മിൽ നിരപ്പാകണം. മനസാക്ഷി കുറ്റം വിധിക്കുന്ന ഏതെങ്കിലും കാര്യമുണ്ടെങ്കിൽ ആ കാര്യം ക്ലിയർ ആക്കിയേ മതിയാവൂ. മൂന്നാമത്തെ കാര്യം, ജഡത്തിലെ ആത്മാവിലെയും സകല കന്മഷങ്ങളെ നീക്കി ഈ രാവിലെ ശുദ്ധീകരണം പ്രാപിക്കണം. സ്തോത്രം. ഞാൻ പറയുന്നത് ഒരു അനുഗ്രഹത്തിൻ്റെ സന്ദേശമായി തോന്നുന്നില്ലെങ്കിലും ഭാവിക്കൊരു അനുഗ്രഹത്തിൻ്റെ ദൂത് പറയുകയാണ്. പ്രൈസ് ഗോഡ്. നീ വഴിവെച്ച് പട്ടുപോകാതിരിപ്പാൻ, നീ വഴിവെച്ച് നശിച്ചു പോകാതിരിപ്പാൻ നാം ഇന്ന് രാവിലെ ദൂത് പറയുകയാണ്. ഇവിടെ കൈയടിക്കാം, പാട്ടുപാടാം, പ്രസംഗിക്കാം, പ്രവചിക്കാം, ഒക്കെ ചെയ്യാം.
പക്ഷേ ജീവിതത്തിൽ കറക്റ്റ് ചെയ്യേണ്ട മേഖലകളിൽ കറക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ എബ്രാത്തിലെത്തുവാൻ അല്പദൂരമുള്ളപ്പോൾ റാഹേൽ പട്ടുപോയതുപോലെ നീ പട്ടുപോകാതിരിപ്പാൻ ഒരിക്കലൂടെ നിന്നോട് സന്ദേശം പറയുകയാണ്, മടങ്ങി വരിക. ഉപവാസം എന്ന് പറയുമ്പോൾ ദൈവത്തിൽ വസിക്കുക, കർത്താവിൽ വസിക്കുക, വേർപാട് പാലിച്ച് ഏറ്റുപറച്ചിലുണ്ടാകണം. ഉപവാസം ഇന്ന് ഈ ഫാസ്റ്റിംഗ് 3-ാം ദിവസമായിട്ടുള്ളൂ. ഇനി വ്യാഴം വെള്ളി കിടക്കുകയാണ്. അടിസ്ഥാനം നന്നായി പണിഞ്ഞാൽ മാത്രമേ മോളോട്ടുള്ള പണി ശരിയാകത്തുള്ളൂ. ഇവിടുന്ന് പെണ്ണോട്ട് ദൈവം പറഞ്ഞൊരു കാര്യമാണ്. മനോഹരമായി പണിഞ്ഞു വന്നത് പൊളിഞ്ഞു പോയതാണ്. വീണ്ടും ഇത് പണിയാൻ പോകുകയാണ്. പണിയാൻ പോകുമ്പോൾ ഫൗണ്ടേഷൻ ബേസ്മെൻറ്റ് ശരിയല്ലെങ്കിൽ പണി നന്നായി പോകത്തില്ല. നിങ്ങളെ കൊണ്ട് കൈയടിപ്പിക്കാം, സ്വോത്രം പറയിപ്പിക്കാം, സ്വോത്രം പറയാനൊക്കെ പറയിപ്പിക്കാം. പക്ഷെ ഉള്ളവർ 5 പേരോ 10 പേരോ ഉള്ളെങ്കിലും ആ ഉള്ളവർ യഥാസ്ഥാനപ്പെട്ട് ആത്മാവിൻ്റെ ഐക്യതയിൽ നിന്നാൽ ദൈവം പണിയേണ്ടത് പണിയും. മുമ്പ് ഇവിടെ കേട്ടതുപോലെ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കപ്പില്ല. ഇന്ന് രാവിലെ, ഇന്ന് പകൽക്കാലം ഉള്ളവർ ഐക്യതപ്പെടാൻ, ആത്മഭാരമുള്ളവരായിരിക്കാൻ, താങ്കളുടെ കാര്യം നോക്കാതെ ഉള്ളവർ ഒരുമിച്ച് നിന്നാൽ, കൂട്ടായ്മയ്ക്ക് വലങ്ക് കൊടുത്താൽ, കൂറുള്ളവരായിരുന്നാൽ ദൈവം ഈ പട്ടണത്തിൽ വൻ കാര്യം ചെയ്യാൻ പോകുന്നതിനായി സ്വോത്രം വരികയാണ്. സ്വപ്നം. ഇവിടെ ഒരു സഭാഹോളം ഉണ്ടാകാൻ പ്രാർത്ഥിക്കേണ്ട, ഇവിടെ സ്ഥലം മേടിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട, ഇവിടെ ചെയർ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട, ഇവിടെ ഫാൻ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട, നല്ല സിസ്റ്റം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട. എന്ത് പ്രാർത്ഥിക്കണം? ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സ്വപ്നം. പ്രൈസ്. വിരുന്നുകാരെ പോലെ വന്നിരുന്ന് യോഗം കൂടി പോകല്ല. ഉള്ളവർ ഒരു കൂറുള്ളവരായി, കാര്യം സാധിച്ചവരായി ഇവിടുന്ന് മടങ്ങി പോകുന്നതല്ല. ഒരു ഭൗതിക നേട്ടത്തിന് വേണ്ടിയല്ല. ആരും സഹായിച്ചില്ലെങ്കിലും കർത്താവ് സഹായിക്കും. മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിൽ ആശ്രയിച്ചാൽ നിനക്ക് വിടുതലിൻ്റെ പകലാണ്. നീ ദൈവത്തിൽ ആശ്രയിക്കാൻ മനസ്സുണ്ടോ? എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി, ഒരു ഭൗതിക മേഖലയ്ക്ക് വേണ്ടിയല്ല. സഭ പണിയപ്പെടാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് പകൽക്കാലം ഏൽപ്പിക്കപ്പെടുന്നെങ്കിൽ ദൈവം നിന്നെ സഭയെ പണിയാൻ പോകുകയാ. നിന്നെ അതിനെ ഉപയോഗിക്കാൻ പോകുകയാ. നിന്നെ അതിനുവേണ്ടി ഉപയോഗിക്കാൻ പോകുകയാ. യേശുവിൻ്റെ നാമത്തിൽ ആത്മാവിൽ ബലപ്പെടട്ടെ. ബിലാപങ്ങളുടെ പുസ്തകം 5-21 വാക്യം ഇങ്ങനെ വായിക്കുന്നത്, യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കലേക്കൊന്ന് മടക്കി വരുത്തണമേ. ഇസ്രായേൽ പ്രവാസത്തിലേക്ക് പോയിരിക്കുകയാണ്. യെരൂശലേം ചുട്ടരിക്കപ്പെട്ടിരിക്കുന്നു, മതിൽ പൊളിക്കപ്പെട്ടിരിക്കുന്നു, ആലയം കത്തിയിരിക്കുന്നു, യാഗപീഠം ഇടിഞ്ഞു പോയിരിക്കുന്നു. യിരെമ്യാവ് യെരൂശലേമിലുണ്ട്. പ്രവാസത്തിലേക്ക് ജനം പോയിരിക്കുന്നു. മനോഭാരമുള്ള, ആത്മഭാരമുള്ള പ്രവാചകൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. പ്രവാചകൻ മാത്രമല്ല, പ്രാർത്ഥനാ മനുഷ്യനായ യിരെമ്യാവ്, യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ മടക്കി വരുത്തണമേ. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം മല്ലപ്പള്ളിയിൽ, ഈ പട്ടണത്തിൽ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? യേശുവിൻ്റെ നാമത്തിൽ ശൂന്യാവസ്ഥ കണ്ടുകൊണ്ട് എന്താണ് ഈ യോഗം വെച്ചതിന് കാരണം? ഇദ്ദേഹം വെറും സമ്പന്നമുള്ളനായല്ല, കോടീശ്വരനായതുകൊണ്ടല്ല. ഹലോ, ആലയത്തിൻ്റെ ശൂന്യത കണ്ടുകൊണ്ട്, മല്ലപ്പള്ളിയുടെ ശൂന്യത കണ്ടുകൊണ്ട്, ആത്മാക്കളുടെ ശൂന്യത കണ്ടുകൊണ്ട്, തകർച്ച കണ്ടുകൊണ്ട് ഒരു യെരമ്യാവിനെ പോലെ എഴുന്നേറ്റ് വന്നിരിക്കുകയാണ്. എത്ര പേര് കൂടെ നിൽക്കും? എത്ര കൂടെ നിൽക്കും? യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ മടക്കി വരുത്തണമേ. നിങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം, പണ്ടത്തെ പോലെ ഒരു നല്ല കാലം.
മനോഹരമായ ഉണ്ടായിരുന്ന ആരാധന, നിരന്തരം കത്തിക്കൊണ്ടിരുന്ന ദീപം, ആലയത്തിൽ നിരന്തരം കത്തിക്കൊണ്ടിരുന്ന ദീപം, ആത്മാവിൻ്റെ സാന്നിധ്യം, നിരന്തരം ഉണ്ടായ യാഗം, സ്തോത്ര പ്രാർത്ഥന എല്ലാം പൊളിഞ്ഞുപോയി. ചണ്ടിക്കൂമ്പാരങ്ങൾ അതിൽ പ്രാർത്ഥിക്കുകയാണ്, ഹോവേ ഹോവേ ഞങ്ങൾ മടങ്ങി വരേണ്ടവര്, ഞങ്ങളെ മടക്കി വരുത്തണമേ. ഇത് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം. ഈ ദൂത് മല്ലപ്പള്ളിക്ക് വേണ്ടി മാത്രമല്ല, ആഗോള വ്യാപകമായ സകല പെന്തക്കോസ്തുകാർക്ക് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി, പാസ്റ്റേഴ്സിന് വേണ്ടി, വിശ്വാസികൾക്ക് വേണ്ടി ദൂത് പറയുകയാണ്, യഹോവേ ഞങ്ങൾ മടങ്ങി വരേണ്ടതിന്. ഞങ്ങൾക്ക് സ്വന്തമായി മടങ്ങി വരാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് സ്വന്തമായി മടങ്ങി വരാൻ കഴിയുന്നില്ല. ഞങ്ങൾ ചേതനോട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾ ഭൗതിക സമ്പത്തോട് ബന്ധപ്പെട്ടിരിക്കുകയാണ്, രാഷ്ട്രീയത്തോട് ബന്ധപ്പെട്ടിരിക്കുകയാണ്, ജഡികത്തോട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾ കെട്ടപ്പെട്ടിരിക്കുന്നു. നിരന്തരം കത്തിയ ദീപം, ആത്മസാന്നിധ്യം, ആത്മപ്രവാഹം, ഐക്യത, സ്നേഹം അനുഭവിച്ചവർക്കറിയാം പണ്ടത്തെ നാളുകൾ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നീ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട നാളിലെ ആദ്യ സ്നേഹം, നീ രക്ഷിക്കപ്പെട്ട നാളിലുണ്ടായ ദൈവഭയം, ദൈവസ്നേഹം, ശത്രു പൊളിച്ചു കളഞ്ഞത്, വശീകരിച്ചുകൊണ്ട് പോയത്, പൊളിച്ചു പോയത് പണിയപ്പെടാൻ യേശുവിന്റെ നാമത്തിന് ഈ ഉപവാസം കാരണമായി തീരട്ടെ. ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ മടക്കി വരുത്തണമേ. പണ്ടത്തെ പോലൊരു നല്ല കാലം. ഞങ്ങളുടെ പിതാക്കന്മാർ മിസ്രൈമിൽ അടിമകളായിരുന്നപ്പോൾ 430 വർഷക്കാലം അടിമത്ത് വിടുവിച്ച ദൈവമേ, ചെങ്ങൾ പിളരുമാറാക്കിയ ദൈവമേ, യോർദാനെ ചെങ്കലിനെ പിളർന്ന ദൈവം, മരുഭൂമിയിൽ മഞ്ഞ് പൊഴിച്ചു മഞ്ഞ കൊടുത്ത ദൈവമേ, യോർദാനെ പിളരുമാറാക്കിയ ദൈവമേ, പിതാക്കന്മാരെ കനാൻ ദേശത്ത് കൊണ്ടുവന്ന് ബലമുള്ള 7 ജാതികളെ ഒതുക്കിയ ദൈവമേ, ദൈവത്തിന്റെ മഹത്വം ഞങ്ങൾ കണ്ടവരാണ്. ഇസ്രായേലിനെ കുറിച്ച് പറയുമ്പോൾ പ്രൈസ് ഗോഡ്, കൂടാരവാസികൾക്ക് ശലോമോന്റെ കാലഘട്ടത്തിൽ ദൈവാലയം സ്ഥാപിക്കപ്പെട്ടു. നിരന്തരം കത്തിയ ദീപം, തേജസ്, ആരാധന, സ്തോത്രം പറയുന്ന തലവന്മാർ, സ്തോത്ര സംഘങ്ങൾ, ഗായക സംഘങ്ങൾ, ദൈവ സാന്നിധ്യത്തിന്റെ സ്വസ്ഥതയുടെ അനുഭവിച്ച നാളുകൾ പൊളിഞ്ഞുപോയി. എങ്ങനെ പൊളിയാൻ കാരണം? ജനം വ്യഭിചാരം ചെയ്യാൻ പോയി, ജനം വിഗ്രഹാരാധനയ്ക്ക് പോയി, മ്ലേച്ഛതയ്ക്ക് കൂട്ടുനിന്നു, അനൈക്യതയുണ്ടായി, ഗ്രൂപ്പിസം പിടിച്ചു, മത്സരികളായി തീർന്നു, ശുശ്രൂഷകന്മാർ ഉൾപ്പെടെ ജഡികന്മാരായി തീർന്നു, ദ്രവ്യാഗികളായി തീർന്നു, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പോയി. ദൈവ സാന്നിധ്യം വിട്ടുപോയപ്പോൾ അന്യരാജ്യക്കാരനെ കൊണ്ട് ഇവരെ പീഡിപ്പിച്ചു. അശൂര്, ബാബേൽ, പല മേഖലയിൽ ഇവരെ പീഡിപ്പിച്ചു, കൈവിട്ടുപോയി. ഇപ്പോൾ യെരൂശലേമിൽ കവർ ചെയ്തിരിക്കുന്നു. എല്ലാം പൊളിഞ്ഞു പോയപ്പോൾ, എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ഒരുവൻ പ്രാർത്ഥിക്കുക, യഹോവേ ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ മടക്കി വരുത്തണമേ. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ നല്ല കാലം. ഈ ബ്രസ് മല്ലപ്പള്ളിയിൽ എത്ര ഹൃദയം ഒരുങ്ങി പ്രാർത്ഥിക്കും. ദൈവത്തിന് നീ കഴിയും, ദൈവത്തിന് നീ കഴിയും. നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന്, നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? ഇന്ന് രാവിലെ പ്രാർത്ഥിക്കാം. റമശധര, നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടത് ചണ്ടിക്കൂമ്പാരങ്ങളുടെ നടുവിൽ നിന്ന് ചില കല്ലുകളെ ജീവിപ്പിക്കാൻ, ഈ ചത്ത അസ്ഥികൂടങ്ങളുടെ നടുവിൽ നിന്ന് ചിലതിനെ ജീവിപ്പിക്കാൻ.
ആമേൻ. കേൾക്കുന്ന സോദാവേ, ലൈവായി ശ്രദ്ധിക്കുന്ന ദൈവത്തിലെ കത്തുദാസനെ, നിന്റെ ജീവിതത്തിലുണ്ടായിരുന്ന പ്രാർത്ഥനാ ജീവിതം, നിന്റെ ജീവിതത്തിലുണ്ടായിരുന്ന വചന ധ്യാനം, നിന്റെ ജീവിതത്തിലെ ഏകാഗ്രത, നിന്റെ ജീവിതത്തിലെ വിശുദ്ധി, നിന്റെ ജീവിതത്തിലെ ദൈവ ഭയം ഇപ്പോൾ എവിടെ പോയി? നീ ഇറങ്ങിയ നാളിലെ ആ ദൈവ വിശുദ്ധിയും ദൈവ സ്നേഹവും ദൈവത്തോടെ ഭയവും ദൈവത്തോടെ കൂറും ഒരു സ്ഥാനം മാനവും നിനക്കില്ലെങ്കിലും ദൈവത്തോടെ ബന്ധം, നിന്റെ ഏകാഗ്രത, നീ കണ്ട ദർശനങ്ങൾ, നീ കണ്ട സ്വപ്നങ്ങൾ, നീ കണ്ട വെളിപ്പാടുകൾ എല്ലാം ശത്രു അലങ്കോലമാക്കിയെങ്കിൽ ഈ രാവിലെ ദൈവം ഇടപെടുകയാ. നീ മടങ്ങുവാ. ഹല്ലേലൂയ. ഒരു യഥാസ്ഥാപനം ഉണ്ടാകണം, ഒരു യഥാസ്ഥാപനം ഉണ്ടാകണം. ആമേൻ. നാം യഥാസ്ഥാനപ്പെട്ടാൽ ആമേൻ ദൈവം അത്ഭുതം ചെയ്യും, ദൈവം അത്ഭുതം ചെയ്യും. ആമേൻ. ഒരു യോഗം വെച്ചു. ആമേൻ. നമ്മൾ കുറേ ദൈവദാസന്മാർ വന്നൊക്കെ നല്ല കാര്യം. പക്ഷെ അതിനപ്പുറമായി ഇവിടെ ദൈവം പ്രവർത്തിക്കണം, ദൈവം പ്രവർത്തിക്കണം. ഇടിഞ്ഞതിനെ പണിയാൻ, ഇടിഞ്ഞതിനെ പണിയുവാൻ ഞങ്ങൾക്ക് പണിയാൻ കഴിയത്തില്ല കർത്താവേ, ഞങ്ങൾക്ക് പണിയാൻ കഴിയത്തില്ല. ഞങ്ങൾക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തുവാ? സിസ്റ്റം, ലൈവ്, ഓർഗൻ, പരിപാടി, പ്രസംഗം ഒക്കെ ഞങ്ങൾക്ക് ചെയ്യാം. പക്ഷെ പണിയേണ്ടത് നീയാണ്, പണിയേണ്ടത് നീയാണ്. അപ്പാ ദൈവം പണിയെട്ട് ദിവസങ്ങളിൽ ഒരു പണി നടക്കട്ടെ. അതിന് വിരോധമായുള്ള സകല പൈശാചിക വാഴ്ചകളെ, അതിന്റെ വ്യാപാരങ്ങളെ യേശുവിന്റെ നാമത്തില് ഈ രാവിലെ ശാസിക്കപ്പെടട്ടെ. എവിടെയാണ് പാസ്റ്ററെ, എവിടെയാണ് ഞങ്ങൾ മടങ്ങി വരേണ്ടത്? വൈകിയ അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 4-ാം അധ്യായത്തിലേക്ക് വരാം. 4-ാം അധ്യായത്തിലേക്ക് 33-ാം വാക്യം വായിച്ചാട്ട്. ആ ആ ആ ആ അതിൻ്റെ മുകളിലെ വാക്യമുണ്ട്. 33-ാം വാക്യം വായിച്ചത്. 33-ാം വാക്യം കൂടെ. ആ 4:32 വാക്യം. 4:32 വാക്യം. വിശ്വസ്ത കൂട്ടം ഏക ഹൃദയമുള്ളവരും ഏക മനസ്സുള്ളവരായിരുന്നു. അപ്പോൾ വിശ്വസിച്ച കൂട്ടം, അവർക്ക് പറഞ്ഞേ വിശ്വസിച്ചവരുടെ, ഒരുമിച്ച് പറഞ്ഞാൽ വിശ്വസിച്ചവരുടെ കൂട്ടം. ഇത്രയും പേര് വിശ്വസിച്ചവരാണ്. എന്താണ് വിശ്വസിച്ചത്? യേശു ക്രിസ്തു ഒരിക്കലായി കാൽവറിയിൽ നമുക്ക് വേണ്ടി യാഗമായി. ജീവപര്യന്തം മരണഭീതിയിലായ നമ്മെ മരണഭീതി വിടുവിക്കുവാൻ തിരുവെഴുത്തും പ്രകാരം യേശു ക്രിസ്തു കാൽവറിയിൽ യാഗമായി തീർന്നു. യേശു ക്രിസ്തു ഏക മാർഗം, യേശു ക്രിസ്തു ഏക വഴി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. യേശു നമുക്ക് വേണ്ടി പാപമായവൻ, ശാപമായി യാഗമായി തീർന്നു. പ്രൈസ് ഗോഡ്. പാപമില്ലാത്തവൻ, നിർമ്മലൻ, നിർദോഷി, നിഷ്കളങ്കനായവൻ നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായ സ്നേഹത്തിന് സ്തോത്രം പറയണം. യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ വെച്ച് തന്നെ നമുക്ക് വേണ്ടി ജയാളിയായി മരിച്ച് അടക്കപ്പെട്ട് 3 ദിവസം കഴിഞ്ഞല്ല യേശു ജയിച്ചത്, ക്രൂശിൽ വെച്ച് തന്നെ ജയിച്ചു. എനിക്കും നിങ്ങൾക്കും പ്രതികൂലമായ കൈയെഴുപ്പിനെ തിരുമേ തുടച്ചു കളഞ്ഞ സ്നേഹത്തിനായി സ്തോത്രം പറയുക. യേശുവിൻ്റെ രക്തത്താൽ നമുക്ക് ജയം തന്നെ സ്തോത്രം പറയണം. പ്രൈസ് ഗോഡ്. യേശു ക്രിസ്തു ഒരിക്കലായി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തത് ജീവിക്കുന്നു. പാപത്തിന്മേലും ശാപത്തിന്മേലും മരണത്തിന്മേലും യേശു ജയിച്ചു. പിതാവിൻ്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്നു വിശ്വസിച്ചവർ, പരിശുദ്ധാത്മാവിനെ അനുഭവിച്ചവർ, സ്വർഗീയദാനം ആസ്വദിച്ചവർ, രക്ഷയുടെ മഹത്വം അനുഭവിച്ചവർ. വിശ്വസ്ത കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സും. ഉറക്കെ പറഞ്ഞ ഏക ഹൃദയവും, ഉറക്കെ പറ ഏക ഹൃദയവും ഏക മനസ്സും. ഇന്ന് ഈ മല്ലപ്പള്ളിയിൽ ഇത്രയും വിശുദ്ധന്മാർ, വിശുദ്ധമതികൾ ഏക മനസ്സും ഏക ഹൃദയമുള്ളവരാണെങ്കിൽ ഇന്ന് വന്നതുപോലെ മടങ്ങിപ്പോകത്തില്ല. പ്രൈസ് ഗോഡ്. ഈ സുമ്മരമെന്ന ദൈവാലയ ഗോപുരത്തിൽ ഭിക്ഷയയച്ച മനുഷ്യനെ സൗഖ്യമാക്കാൻ 2 പേരുടെ ഐക്യതയാണ്. പത്രോസ്, യോഹന്നാൻ പ്രാർത്ഥിച്ചപ്പോൾ പത്രോസ് പ്രാർത്ഥിക്കുമ്പോൾ യോഹന്നാൻ മനസ്സ് മടുത്തു പോയായിരുന്നെങ്കിൽ അവിടെ ദൈവപ്രവൃത്തി ഉണ്ടാകത്തില്ല. ആമേൻ. സഹിപ്പാസങ്ങൾ ഈ യോഗ ക്രമീകരിച്ചിരിക്കുമ്പോൾ ആമേൻ ദൈവമക്കൾ ഐക്യതയിൽ പ്രാർത്ഥിക്കട്ടെ. ഒന്നിച്ച് പ്രാർത്ഥിച്ചാൽ, ഐക്യതയെ പ്രാർത്ഥിച്ചാൽ അസാധാരണമായ കാര്യങ്ങളെ ചെയ്യുവാൻ ദൈവം ശക്തനാണ്. സമൂഹത്തിൽ
എന്തിനു പറയണം? വ്യക്തിയിൽ, സംഘടനകളിൽ, കുടുംബത്തിൽ, പ്രസ്ഥാനങ്ങളിൽ, കമ്പനികളിലൊക്കെ പല മേഖല ഐക്യതയില്ലായ്മ വരികയാണ്. ദൈവം ആഗ്രഹിക്കുന്നത് ഐക്യമത്യപ്പെടണം. രണ്ടുപേർ ഐക്യമത്യപ്പെട്ട് ദൈവത്തോട് ചോദിക്കുന്ന ഏത് കാര്യവും സ്വർഗസ്ഥനായ പിതാവ് ചെയ്യും. മനസ്സിലോ? ഭാര്യയും ഭർത്താവും ഒരു കാര്യം ചോദിക്കുമ്പോൾ ആദ്യം ചർച്ച ചെയ്യണം. അത് ദൈവീതമാണോ? അല്ലാതെ ചർച്ച ചെയ്യാതെ ആലോചിക്കാതെ പ്രാർത്ഥിച്ചാൽ എങ്ങനെ ഐക്യതപ്പെടാൻ കഴിയും? ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിച്ചാൽ മാസങ്ങളൊന്നും മുന്നോട്ട് പോകത്തില്ല. ചോദിക്കുന്ന കാര്യം തിരികിതമാണെങ്കിൽ അത് വെളിപ്പെടാൻ പോവാ. നമുക്ക് ചോദിക്കാം മല്ലപ്പള്ളി ആത്മാക്കളെ, നമുക്ക് ചോദിക്കാം ആത്മാക്കളെ, നമുക്ക് ചോദിക്കാം വ്യക്തികളെ, നമുക്ക് ചോദിക്കാം കുടുംബങ്ങളെ. യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് ചോദിക്കാം, ദൈവമേ ആത്മാക്കളെ തരണമേ, വ്യക്തികളെ തരണമേ, വിടുവിക്കണമേ, വിടുവിക്കണമേ. ആത്മാവിൽ ഐക്യതപ്പെടട്ടെ, ഐക്യതപ്പെടട്ടെ. യേശു വിശ്വസ്ത കൂട്ടം, ഏക ഹൃദയവും ഏക മനസ്സും. അവർക്ക് പറഞ്ഞ ഏക ഹൃദയവും ഏക മനസ്സും. ഹൃദയവും മനസ്സും ഒരുപോലെ ഐക്യമത്യപ്പെട്ട് ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവർ ഒരുമനപ്പെട്ടപ്പോഴാണ് നാം 120 ആത്മ പ്രാപിച്ചത്, ആത്മപ്രവാഹം അനുഭവിച്ചത്. ഇന്ന് പകൽക്കാലം വന്നതുപോലെ മടങ്ങിപ്പോകാനല്ല, ഇന്ന് രാവിലെ ആത്മാവ് നിറയണം. ഇത്രയും പേർ ആത്മാവ് പ്രാർത്ഥിക്കണം. നിന്റെ മേലുള്ള ആത്മാവ് നിന്റെ സന്തതിയിൽ വ്യാപരിക്കട്ടെ, നിന്റെ സന്താനത്തിൽ വ്യാപരിക്കട്ടെ. ഇന്ന് പകൽക്കാലം ബ്ലെസ്സിങ് ഉണ്ടാകാൻ പോവാം, ദൈവശക്തി വ്യാപരിക്കാൻ പോകുകയാം. നിന്റെ മേലെ അഭിഷേകം ശരിയാണെങ്കിൽ നിന്റെ മക്കളുടെ മേൽ വ്യാപരിക്കാൻ പോകുകയാം. ആ അന്യായ ബന്ധനം അഴിയുന്ന പകലാണ്. ഇന്ന് പകൽ ഐക്യതയോടെ പ്രാർത്ഥിക്ക്, ഐക്യതയോടെ പ്രാർത്ഥിക്ക്. അഭിഷേകത്തിന്റെ ശക്തി നിന്റെ തലമുറ വ്യാപരിക്കാൻ പോകുകയാം. യേശുവിന്റെ മഹത്വം ഓ റഷധര അതിനത്തിന്റെ കെട്ടുകൾ പൊട്ടട്ടെ, പൊട്ടട്ടെ. അർദ്ധവരബ്ധര വംധര വംധര വൗഢവരച്ചവരബ്ധരഭാരം അർദ്ധഭാര ഭാര 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 വർഷഭാരം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ശബരബരബരബരബ ആത്മബലബലബ ശബരബര. ഹല്ലേലൂയ. ആമേൻ. വരിക. എന്തിനെ? ഐക്യതപ്പെടുവാൻ, അടുത്തു വരുവാൻ, അനുഭവിക്കുവാൻ, അനുഗ്രഹിക്കപ്പെടുവാൻ അടുത്തു വരിക. വിശ്വസ്ത കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സുള്ളവരായിരിക്കണം. ദൈവസഭ ഒരു ക്വാളിറ്റി ഉള്ളതായിരിക്കണം. അമ്മ ഇപ്പോൾ നിലവിലുള്ള എത്ര പേരുണ്ടോ അത്രയും പേർ ഒരുമനപ്പെട്ട് നിന്നാൽ മഹത്വം വെളിപ്പെടുത്തും. ചക്രവാക്കും മുഖസ്തുതിയും പറയാനോ ആളുകളെ പൊങ്ങച്ചം പറഞ്ഞ് ഷോ കാണിക്കാൻ വേണ്ടിയല്ല, അതൊന്നും വേണ്ട. ആരുടെ മുമ്പിൽ അഭിനയിക്കേണ്ട. ഒരു നല്ല മനോഭാവമുള്ളവരായി, ഒരു നല്ല ഹൃദയമുള്ളവരായി ദൈവത്തെ സേവിച്ചാൽ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കാൻ പോവാം. സ്തോത്രം. നമുക്ക് ഇരിമ്യാ പ്രവചനത്തിലേക്ക് ഇരിമ്യാ പ്രവചനം 8-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. Jeremiah chapter 8 verse 17. Jeremiah chapter 8 verse 7. ആകാശത്തിലെ പെരുഞ്ഞാറ തൻ്റെ കാലം അറിയുന്നു, കുറുപ്രാവും വിവൽ പക്ഷിയും കൊക്കും മടയുള്ള സമയം അനുസരിക്കുന്നു. എൻ്റെ ജനമോ യഹോവയുടെ ന്യായം അറിയുന്നില്ല. ദൂത് കേട്ടോണേ. നമ്മുടെ വിഷയം മടങ്ങി വരിക എന്ന വിഷയമാണ്. അടുത്തു വരിക. ഉറക്കെ പറഞ്ഞാട്ടെ. അടുത്തു വരിക. ദേശാടന പക്ഷികളെ കൊണ്ട് ഉപമിച്ചുകൊണ്ട് ഇവിടെ പ്രവാചകർ ഓർപ്പിക്കുകയാണ്. എന്താണ്? ആകാശത്തിലെ പെരിഞ്ഞാറ തൻ്റെ കാലം അറിയുന്നു. വിവൽ പക്ഷിയും കൊക്കും കുറുംപ്രാവും മടങ്ങിയുള്ള സമയം അനുസരിക്കുന്നു. എൻ്റെ ജനമോ യഹോവയുടെ ന്യായം, യഹോവയുടെ വചനം അറിയുന്നില്ല. അവർ ജ്ഞാനികളായി സ്വയം നടിക്കുക. ഞങ്ങൾ എത്രയോ പ്രസംഗങ്ങൾ കേൾക്കുന്നു. നമ്മുടെ അപ്പച്ചന്മാരുടെ കാലഘട്ടം പോലല്ല ഇന്ന്. ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായതുപോലെ അല്ല ഇപ്പോൾ. എവിടെ നോക്കിയാലും യൂട്യൂബ്, ഇൻ്റർനെറ്റിലൂടെയും ലക്ഷക്കണക്കിന് വചനങ്ങളെ കേൾക്കാൻ കഴിയുന്നു. ഒരു പ്രസംഗം തന്നെ പല നിലയിൽ കേൾക്കാൻ കഴിയും. ഞങ്ങൾക്കെല്ലാം അറിയാം. ഞങ്ങൾ ദിവസവും വാട്സപ്പ് മെസ്സേജ് കേൾക്കുന്നുണ്ട്. എല്ലാം അറിയാം പാസ്റ്ററെ, പക്ഷെ പ്രയോജനമില്ല. ഈ രാവിലെ ദൈവം ഓർപ്പിക്കുന്നത് ശ്രദ്ധിക്കും. ദേശാടന പക്ഷികൾ ശ്രദ്ധിക്കണേ. ഇപ്പോൾ നമ്മുടെ ഈ കുമരകം, ഈ കുട്ടനാട് മേഖലകളിൽ
ഈ വിദേശ രാജ്യങ്ങളിൽ പക്ഷികൾ വരുന്ന സമയമാണ്. പക്ഷികൾ ഈ കൊയ്ത്ത് സമയത്ത്, മാർച്ച് മാസം, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ വരും. ഇത് ജൂണിൻ്റെ ഈ മൺസൂൺ സമയമാകുമ്പോൾ ഈ പക്ഷികൾ മടങ്ങിപ്പോകും. ഇങ്ങോട്ട് നോക്കിയേ, അതിൻ്റെ സീസൺ അത് അറിയുന്നു. ഹലോ, അതിൻ്റെ കാലം അത് അറിയുന്നു. ദൈവജനമോ കാലങ്ങളെ തിരിച്ചറിഞ്ഞ്, ഹലോ, കാലലക്ഷങ്ങളെ വിവേചിച്ച് കർത്താവിൻ്റെ വരവെ തിരിച്ചറിഞ്ഞുകൊണ്ട് മനസ്സുമുതിക്ക് രൂപാന്തരപ്പെടുവാൻ ഈ രാവിലെ സമർപ്പിക്കുന്നവർക്കായി സ്തോത്രം പറയുകയാണ്. ആകാശത്തിലെ പെരിഞ്ഞാറുന്ന കാലം അറിയുന്നു. ഇങ്ങോട്ട് നോക്കിയേ, നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ വെളുപ്പിനെയുള്ള ഈ പക്ഷി കരഞ്ഞ് കൂട് വിട്ടു പോകുന്ന സമയമുണ്ട്. കരഞ്ഞു കൂവി തീറ്റ തേടി പോകുന്ന സമയം അല്ലേ? ഒരു 4 മണി 4:30 ആ സമയങ്ങളിലൊക്കെ ഒരു 5 മണിയാകുമ്പോൾ കേൾക്കാം അലച്ച് കൂവി ഭാര്യയും ഭർത്താവും കൂടെ കൂട് വിട്ടു പോകും. മക്കൾക്ക് വേണ്ടി അല്ലേ? കൂട് വിട്ടു പോകും, തീറ്റ തേടി പോകുക. തീറ്റ തേടി പിടിച്ച് ഇടയ്ക്കൊക്കെ വരുമെങ്കിലും വൈകിട്ടൊരു വരവുണ്ട്, അലച്ച് കൂവി. എന്നുവെച്ചാൽ ഇണയുണ്ടല്ലോ, ഒന്നീ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഏതെങ്കിലും മരക്കൊമ്പിൽ ഇരിപ്പുണ്ടോ, ഏതെങ്കിലും വൃക്ഷത്തിൻ്റെ ഉൾഭാഗത്ത് ഏതെങ്കിലും ആവശ്യമില്ലാതെ കൂട്ടിലും കയറിയോ എന്നറിയാൻ കരഞ്ഞു കൂവി ആമേൻ വരുന്ന വരവുണ്ട്. ഹലോ, ഇണക്കിണയുടെ ശബ്ദം അറിയാം എന്നതുപോലെ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ചിരിച്ച് കളിച്ചു മടങ്ങിപ്പോകുകയല്ല, കരഞ്ഞ് നിലവിളിച്ച് സ്വന്തം കൂടാരത്തിലേക്ക് പോകാൻ എത്ര പേർ ഒരുങ്ങുന്നോ അവരെ കർത്താവ് സ്വീകരിക്കാൻ പോകുകയാണ്. സ്വപ്നം. ഒരു മനുഷ്യൻ്റെ ആയുസ് 70, ഏറെയായ 80. അതിൻ്റെ പ്രതാപം, കഷ്ടവും സങ്കടവും അത്രേ. അത് വേഗം തീരുകയും നാം പറന്നു പോവുകയും ചെയ്യും. നമുക്കൊരു നിത്യകൂടാരമുണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? സ്വപ്നം. നിങ്ങളെ സ്വന്തം വീട് വിട്ട് നിങ്ങളുടെ മക്കളെ വിവാഹം കഴിപ്പിച്ച സ്ഥലങ്ങളിലേക്ക് പോകാറുണ്ടല്ലേ? ഒരു 2 ദിവസത്തേക്ക് 3 ദിവസത്തേക്ക്. വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ 1 മാസത്തേക്ക് പോകും. സ്വന്തം വീട് വിട്ട് പോകുമ്പോൾ ഒരു പ്രയാസമാണ്. വീട്ടിൽ വരുവോളം ഒരു പ്രയാസം അല്ലേ? അല്ല, കേരളത്തിൽ തന്നെയാണെങ്കിലും മല്ലപ്പള്ളിയിൽ നിന്ന് റാന്നിക്ക് പോയാൽ ഒരാഴ്ച പോയി നിൽക്കുമോ? അയ്യോ, വീട്ടിൽ പശുവുണ്ട്, ആടുണ്ട്, കോഴിയുണ്ട്, താറാവുണ്ടെന്ന് പറഞ്ഞ് പോലും ഒന്നുമില്ലെങ്കിലും എന്താണ് അവനവൻ്റെ കൂടാരം, സ്വന്തം വീടെന്ന് പറഞ്ഞാൽ വലിയ മഹത്വമാണ്. വല്ലതും മനസ്സിലായോ? നമുക്കൊരു സ്വന്തം കൂടാരമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ഹലോ, വീട് വിട്ടുപോയവർ, കൂടാരം വിട്ടുപോയവർ ഇന്ന് രാവിലെ കരഞ്ഞു വാ, ഇണയും വിളിച്ചോണ്ട് വായോ, ഇന്ന് മകൾ മടങ്ങി വരാൻ. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളുടെ മക്കളെ ചൊല്ലി കരഞ്ഞുകൊണ്ട് ഈ രാവിലെ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ മഹത്വം വെളിപ്പെടാൻ പോകുകയാ. സ്വപ്നം. ഒരു ഏറ്റുപറച്ചിലിനായി ഒന്നുകൂടെ പറയാം. നമ്മുടെ പെൺകുഞ്ഞുങ്ങൾ, എനിക്ക് 2 പെൺപിള്ളേർ, 2ൻ്റെ വിവാഹം കഴിഞ്ഞു. പെൺപിള്ളേരുള്ള മാതാക്കന്മാർക്കറിയാം, +2 കഴിഞ്ഞ കുഞ്ഞുങ്ങൾ അവർ ട്യൂഷൻ സമയത്ത് ട്യൂഷൻ കഴിഞ്ഞിട്ട് ഒരു 5 മണിക്ക് വന്നില്ല, 6 മണിക്ക് വന്നില്ല, 7 മണിക്ക് വന്നില്ല, 8 മണിക്ക് വന്നില്ലെങ്കിൽ ശരിക്കും ഒരു അപ്പനും അമ്മയുടെ മനോനിലവാരം എന്തായിരിക്കും? രാത്രി വന്നില്ല, അഭിമാനക്കേടുന്ന വിഷയമല്ലേ? ഹലോ, ഇന്ന് രാവിലെ സ്വർഗ്ഗം എന്നെ നോക്കി നിങ്ങളെ നോക്കി കരയാനിടയാകരുത്. സ്വപ്നം. ദൈവ സാന്നിധ്യം വിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ മല്ലപ്പള്ളിയിലൂടെ ഒരു ശക്തീകരണം ലഭിക്കുവാൻ, ഒരു യഥാസ്ഥാനം ഉണ്ടാക്കുവാൻ, ഒരു മടങ്ങി വരുവാൻ തയ്യാറാകുന്നെങ്കിൽ ഇന്ന് പകൽ നിന്നെ ഇവിടെ വെച്ച് അഭിഷേകം ചെയ്യാൻ പോകുകയാ. സ്വന്തം കൂട് വിട്ട് അന്യക്കൂട്ടുകളിൽ ചേക്കേറിയെങ്കിൽ ഇന്റർനെറ്റിന്റെ പാവാസ്വാദനങ്ങളിലോ ഏതെങ്കിലും ഗെയിമുകളിലോ ആവശ്യമില്ലാത്ത കാർട്ടൂണുകളിലോ സിനിമാ സീരിയലുകളിലോ ഏകാഗ്രതയില്ലാതെ വശീകരിക്കുന്ന ബന്ധങ്ങളിലോ അന്യ കൂട്ടുകെട്ടുകളിലോ നീ അകപ്പെട്ടു പോയെങ്കിൽ ദൈവാത്മ ഇടപെടുകയാണ്. മടങ്ങുവാ. ക്രിസ്തു എന്ന ഏകപുരുഷനും നിർമ്മല കന്യകയായി വിവാഹം ചെയ്യപ്പെട്ടിരിക്കുമ്പോൾ ആ ബന്ധത്തിന് വിരോധമായി ഏതെങ്കിലും ബന്ധം കൂടിയിട്ടുണ്ടെങ്കിൽ ഈ ഫാസ്റ്റിങ്ങിലൂടെ ദൈവം ഓർപ്പിക്കുന്നത് നിത്യത അവകാശമാക്കണമെങ്കിൽ അലമുറയിട്ട് കരയുവാൻ, നിലവിളിക്കാൻ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം നിന്നെ ശുദ്ധീകരിക്കാൻ പോകുകയാണ്. ഈ ഫാസ്റ്റിങ്ങിൽ ഒരു ശുദ്ധീകരണം ഉണ്ടാകട്ടെ. തിയോളജി അനുസരിച്ച് യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. ഏറ്റുപറഞ്ഞാൽ ദൈവം ക്ഷമിക്കാൻ പോകുകയാണ്. ഏറ്റുപറഞ്ഞ മാപ്പ് ചോദിച്ചാൽ, അപ്പാ
ഞാൻ നിന്നോട് പാപം ചെയ്തു, ക്ഷമിക്കണേ, ഇനി ഞാൻ പാപം ചെയ്യത്തില്ല എന്ന് നീ ഏറ്റുപറയുന്നെങ്കിൽ നിന്നെ കഴുകി ശുദ്ധീകരിക്കാൻ പോകുകയാ. ആമേൻ. യേശുവിൻ്റെ തന്നെ ശുദ്ധീകരിക്കും. രണ്ടാമത്തെ ശുദ്ധീകരണമാണ് വചനം നമ്മെ ശുദ്ധീകരിക്കും. ഈ വചനങ്ങളാൽ നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. വചനം നമ്മെ ശുദ്ധീകരിക്കും. മൂന്നാമത്തെ ശുദ്ധീകരണം പരിശുദ്ധാത്മാവ് നമ്മെ ശുദ്ധീകരിക്കും. ഈ രാവിലെ പരിശുദ്ധാത്മാവിൻ്റെ ശുദ്ധീകരണം. നാലാമത്തെ ശുദ്ധീകരണം ബാലശിക്ഷകളിലൂടെ, വിവിധ ശോധനകളിലൂടെ നമ്മെ ശുദ്ധീകരിക്കും. സ്വർഗം നഷ്ടമാകാതിരിക്കാൻ ഈ ഉപവാസ പ്രാർത്ഥനയെ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ ഒരു ശുദ്ധീകരണം ഉണ്ടാകട്ടെ. സ്വപ്നം ഇസ്രായേലിനെ പല പ്രാവശ്യം ദൈവം വിളിച്ചു. ഞാൻ ഈ പഴയ നിയമ ദൂത് പറഞ്ഞ് നിങ്ങളെ ഭയപ്പെടുത്താൻ പറയുകയല്ല. ഞാൻ യാക്കോബ് ലേഖനവും വെളിപ്പാട് പുസ്തകവും വായിച്ചിട്ടുണ്ട്. ആമേൻ. വരിക, യാക്കോബ് പറഞ്ഞു വരിക, അടുത്ത് വരിക. ഒരു വാക്യം വായിച്ച് കേൾപ്പിക്കാം. യെശയ്യാ പ്രവചനം 22-ാം അധ്യായം 10-ാം വാക്യം മുതൽ. ഐസയ ചാപ്റ്റർ 22 verse 10. യെരൂശലേമിലെ വീടുകൾ എണ്ണി മതിൽ ഉറപ്പിക്കുവാൻ വീടുകളെ പൊളിച്ചു കളഞ്ഞു. പഴയ കുളത്തിലെ വെള്ളം 2 മതിലുകളുടെ മധ്യേ ഒരു ജലാശയം ഉണ്ടാക്കി. എങ്കിലും വരുത്തുമെങ്കിലേക്ക് നിങ്ങൾ തിരിഞ്ഞില്ല. പണ്ട് നിരൂപിച്ചുമില്ല. ആ നിരൂപിച്ചു ഓർത്തതുമില്ല. അന്ന് സൈന്യയുടെ യഹോവയായ കർത്താവ് കരച്ചിലിനും വിലാപത്തിനും മൊട്ടയടിക്കുന്നതിനും ഇരട്ടി കൊടുക്കുന്നതിനും വിളിച്ചപ്പോൾ ആനന്ദവും സന്തോഷവും കാളെ ഇറക്കുക, ആടിറക്കുക, ഇറച്ചി തിന്നുക, വീഞ്ഞു കുടിക്കുക, തിന്നുക, കുടിക്കുക, നാളെ മരിക്കുമല്ലോ, ഈ പ്രത്യാശയായിരുന്നു. ഇങ്ങോട്ട് നോക്കിയേ, ഒരു ദേശത്തൊരു ഉപവാസം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ഒരു സ്വസ്ഥതയ്ക്ക് വേണ്ടി, ഒരു പണിക്ക് വേണ്ടി, ഒരു സ്ഥാപനത്തിന് വേണ്ടി ഒരു ആഹ്വാനം ചെയ്തിരിക്കുമ്പോൾ ഇവിടെ കേട്ടോണേ, ഇസ്രായേലിനെ അനുഗ്രഹിച്ച ദൈവം അവിടെ പിന്മാറ്റം കണ്ടപ്പോൾ, അവിടെ പുറകോട്ടുള്ള പോക്ക് കണ്ടപ്പോൾ, വചനം വിട്ട മാറ്റം കണ്ടപ്പോൾ യെശയ്യാവിലൂടെ ദൂത് വെളിപ്പെടുകയാണ്. ആ വാക്യം നിർത്തി വായിക്കാം. 10-ാം വാക്യം മുതൽ വായിക്കാം. 10-ാം വാക്യം മുതൽ. യെരൂശലേമിൻ്റെ വീടുകൾ എണ്ണി മതിൽ ഉറപ്പിക്കുവാൻ വീടുകളെ എന്ത് ചെയ്തു? നിങ്ങൾ കേട്ടോണേ, മതിൽ ഉറപ്പിക്കാൻ വീട് പൊളിച്ചു. എന്തൊരു പ്രതിഭാസമാണ്. അല്ല, നിങ്ങളുടെ വിലപ്പെട്ട വീടുകൾ പൊളിച്ച് മതിൽ പണിയുമോ? പക്ഷെ ഇസ്രായേലിനെ സംബന്ധിച്ചോളം അവന് പ്രധാനം മതിലായിരുന്നു. മതിൽ അവർക്ക് സുരക്ഷിതമായിരിക്കണം. ഒരു വേർപാടോടെ കാണിക്കുന്നതാണ്. അന്യജാതിക്കാരൻ പ്രവേശിക്കാൻ പാടില്ല. അത്ര കൂറൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ ദൈവ സാന്നിധ്യമില്ലാതെ, ഇങ്ങോട്ട് നോക്കിയേ, ദൈവത്തെ വിട്ട ജനത്തെ ദൈവം പൊളിച്ചു കളഞ്ഞ മതില ഇവർ പണിയാൻ ശ്രമിക്കുക. എന്താണ്? കുടുംബം പൊളിച്ചിട്ടും മതിൽ പണിഞ്ഞു. ഹലോ, കുടുംബം പൊളിച്ചിട്ട് വല്ല മനസ്സിലായോ? പുതിയ വിശ്വാസി കുടുംബം പൊളിച്ചിട്ട് സഭ പണിയാൻ മടക്കരുത്. കുടുംബം പൊളിച്ചിട്ട് മക്കളുടെ വഴിക്ക്, ഭാര്യയുടെ വഴിക്ക്, ഭർത്താവിൻ്റെ വഴിക്ക് പോയിട്ട് സൺഡേ സ്കൂൾ പണിയാനും യൂത്ത് പണിയാനും സഭ പണിയാനും നടന്നാൽ വിവരം അറിയും. മനസ്സിലായോ? ദൈവം പണിയട്ടെ. മനസ്സിലാവുന്നവർക്കായി സ്തോത്രം പറയുകയാണ്. ദൈവം പണിയട്ടെ. നിന്നെ ഏൽപ്പിക്കാത്ത കാര്യം നീ ചെയ്യരുത്. ദൈവം പണിയട്ടെ. ദൈവം പണിയട്ടെ. ഇവിടെ ചെയ്ത പ്രതിഭാസം വീട് പൊളിച്ചും മതിൽ പണിഞ്ഞെന്ന്. നമുക്ക് ദൈവത്തെ സ്നേഹിക്കണം, ഒന്നാം സ്ഥാനം. വ്യവസ്ഥായിതമായി സേവിക്കണം. പക്ഷെ ഒരു കാര്യം പറയാം, സ്വന്തം കുടുംബത്തെ പൊളിച്ചിട്ടും, കുടുംബ പ്രാർത്ഥന പൊളിച്ചിട്ടും, കുടുംബത്തിനകത്ത് ആത്മീയ ഐക്യത പൊളിച്ചിട്ട്, ആമേൻ, ദൈവസ്നേഹം പൊളിച്ചിട്ട് സഭ പണിയാനും ശുശ്രൂഷിക്കാനും പോയാൽ ഉള്ളതുകൂടെ പോകും. ഒരു ദൂത് വെളിപ്പെട്ട് വരികയാണ്. ദൈവത്തെ പരമാർത്ഥമായി സേവിച്ചാൽ മഹത്വം വെളിപ്പെടാൻ പോകുകയാണ്. ആമേൻ. വിശ്വാസമില്ലാത്ത ഭർത്താവ് ഭാര്യയുടെ നല്ല നടപ്പനുസരിച്ച് വചനം കൂടാതെ വിശ്വാസത്തിൽ വരും. ഹലോ, നിങ്ങൾ കുഞ്ഞുങ്ങളെ കളിപ്പിച്ചോ? ഇങ്ങോട്ട് നോക്കി, കുഴപ്പമില്ല, ഇന്നെ ശ്രദ്ധിക്കണം. പ്രൈസ് ദി ലോർഡ്. ആ പെൺകുഞ്ഞുങ്ങൾ മുമ്പോട്ട് കയറിയിരുന്ന അവിടെ ഓടി നടക്കാതെ കയറിയിരുന്നോട്ടെ. ഹലോ, കയറിയിരുന്നേ. ഇവിടെ വലിയ യാഗം നടക്കുമ്പോൾ അവിടെ വേറെ പരിപാടി ആവശ്യമില്ല. പ്രൈസ് ഗോഡ്. ഇവിടെ ശുശ്രൂഷ നടക്കുകയാണ്.
ഇവിടെ എഴുതിയിട്ട് പോരുത്. പ്രൈസ് ഗോഡ്. ഇത് ഗൗരവമുള്ള കാര്യമാണ്. ഇവിടെ മഹത്വം വെളിപ്പെടാൻ പോകുകയാണ്. കളിക്കളമല്ല ഇത്, മഹത്വം വെളിപ്പെടാൻ പോകുകയാണ്. ദൈവത്തിന് സ്തോത്രം. മനസ്സിലായോ? ആമേ. ക്രിസ്തുവിന്റെ നാമനിമിത്തം നിന്നെ വിളിച്ച് വേർതിരിച്ചിരിക്കുമ്പോൾ കുടുംബത്തിൽ ഐക്യത ഉണ്ടാകണം, ഭാര്യയും ഭർത്താവ് ഐക്യത ഉണ്ടാകണം, മാതൃകപരമായ ജീവിതം ഉണ്ടാകണം, ദൈവസ്നേഹം ഉണ്ടാകണം, കുടുംബ പ്രാർത്ഥന ഉണ്ടാകണം, വചനധ്യാനം ഉണ്ടാകണം. ഇതെല്ലാം ഞങ്ങളെ പൊളിച്ചിട്ട് ആമേ നാട് നന്നാക്കാനും പണിയാനും നടന്നാൽ മൊത്തം പൊളിഞ്ഞു പോകുന്ന ദൂത് വെളിപ്പെടുന്നത് മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ കുറെ പണിക്കാർ ഇറങ്ങിയിട്ടുണ്ട്. കണ്ടാൽ നല്ല കതറ്, നല്ല യോഗ്യന്മാരെ പോലെ നടക്കും. ഞാൻ കതറുടുക്കുന്നതിനെ കുറ്റം പറയില്ല, മാന്യമായ വസ്ത്രമാണ് ഞാൻ ഇടയ്ക്ക് ഉടുക്കുന്നുള്ള കതറ്. പക്ഷേ ആവശ്യമില്ലാത്ത രാഷ്ട്രീയ ബന്ധങ്ങൾ ലോക മനുഷ്യൻ കാണിക്കുന്നത് പോലെ പണിയാൻ മടക്കരുത്. ആദ്യം നിന്റെ കുടുംബം പണിയട്ടെ. യൂട്യൂബിലൂടെ ദൂതക സഹോദര, നിന്റെ കുടുംബം നേടണമെങ്കിൽ, നിന്റെ തലമുറയെ നേടണമെങ്കിൽ, നിന്റെ ഭാര്യ നിന്റെ കൂടെ നിൽക്കണമെങ്കിൽ, നിന്റെ ഭർത്താവ് നിന്നോട് നിൽക്കണമെങ്കിൽ ദൂത് വെളിപ്പെടുകയാ നിന്റെ കുടുംബം ഒരു അനുഗ്രഹമായിരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ നീ പാടുന്നത് കൊള്ളാം, പ്രവചിക്കുന്നത് കൊള്ളാം, പ്രസംഗിക്കുന്നത് കൊള്ളാം, ലീഡ് ചെയ്യുന്നുള്ള എല്ലാം നല്ലതാണ്. പക്ഷെ എന്നെ നിന്നെ അറിയുന്നൊരു ദൈവമുണ്ട്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ നീ നിമിത്തം പൊളിഞ്ഞു പോയത് പണിയപ്പെടാൻ ആദ്യം ക്ഷമ പറയണം, ക്ഷമ പറയണം, ഏറ്റു പറയണം, ഐക്യതപ്പെടണം. അങ്ങനെയാണെങ്കിൽ നിന്റെ കുടുംബം പണിയാൻ പോകുകയാണ്. യോശുവ പറഞ്ഞു, ഞാൻ എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഇസ്രായേൽ ചെയ്ത് എന്താണ് പ്രിയരെ? കുടുംബം പൊളിച്ച്, വീട് പൊളിച്ച് മതിൽ പണിയാൻ പോയി. ഇസ്രായേലിന്റെ മധ്യേ ഉറവ് കൊണ്ടുവരാൻ, വെള്ളം കൊണ്ടുവരാൻ ദൈവം വഴിയൊക്കെ തുറന്നു കൊടുത്തെങ്കിലും നാം ഇങ്ങോട്ട് നോക്കിയേ, കൊടുത്ത ഉറവകൾ അവർക്ക് നന്ദിയില്ലാതെ അവരനുഭവിച്ചു. ഇങ്ങോട്ട് നോക്കിയേ, നമുക്ക് എന്ന പറഞ്ഞു തീരാത്ത ദാനത്തിനായി സ്വോത്രം പറഞ്ഞാട്ടെ. അല്ലോ, നല്ല മനസ്സിലായോ? പറഞ്ഞു തീരാത്ത ദാനത്തിന് സ്വോത്രം പറയണം. കുടിക്കാൻ വെള്ളവും ധരിക്കാൻ വസ്ത്രവും ഒരു നേരമെങ്കിലും കഴിക്കാൻ ഭക്ഷണവും തന്നതിനായി നന്ദി പറയാം, നന്ദി പറയാം, നന്ദി പറയാം. ഇസ്രായേൽ ദൈവത്തെ മറന്നുപോയി, ഇസ്രായേൽ ദൈവത്തെ മറന്നുപോയി. ദൈവത്തെ മറക്കല്ലേ, മറക്കല്ലേ. ഇന്ത്യയിൽ ഒരു പക്ഷിക്ഷാമം ഉണ്ടാകാതിരിക്കാൻ പ്രാർത്ഥിക്കട്ടെ, ഒരു ജലക്ഷാമം ഉണ്ടാകാതിരിക്കാൻ പ്രാർത്ഥിക്കട്ടെ. ഉള്ള നന്മയ്ക്ക് സ്തോത്രം പറ. വല്ലപ്പോഴെങ്കിലും ദേശത്തിനു പ്രാർത്ഥിക്ക്. ദേശം വിടുവിക്കപ്പെടാനായി, അനുഗ്രഹിക്കപ്പെടാനായി നീ പ്രാർത്ഥിക്കുക. മധ്യസ്ഥയും നിന്റെ ഉറക്കം കുറച്ച്, നിന്റെ ഉറക്കം കുറച്ച്, നിന്റെ ഭക്ഷണം കുറച്ച് നീ പ്രാർത്ഥിക്കാൻ തുടങ്ങ്. ദൈവം പ്രവർത്തിക്കട്ടെ. ഈ ജീവിതം ചെറുതാണ്, ദൈവത്തിന് പ്രസാദകരമായി തീരണം. നമ്മുടെ ഇവിടെ ജ്യോതിഷകളെ പോലെ പ്രകാശിക്കണമെന്ന് ഇന്നലെ കേൾപ്പിച്ചെന്ന് പറയുന്നു. നീ പ്രകാശിക്കണമെങ്കിൽ വിടേണ്ടത് വിടണം, നീ യഥാസ്ഥാനപ്പെടണം, ഇരുട്ടിൽ ശോഭിക്കണം നീ. ആമേൻ. ദൈവമഹത്വം വെളിപ്പെടണം. ആമേൻ. ദൂത് വെളിപ്പെട്ട് വരിക. കുഞ്ഞെ വായിച്ച് കേൾപ്പിച്ച്, താഴെ വായിച്ച് കേൾപ്പിച്ച്. യെശയ്യാപ്രവചനം 22-ന്റെ 10-ാം വാക്യം വായിക്കുന്നത് വായിച്ചാട്ടെ. എങ്കിലും വർത്തിയിലേക്ക് നിങ്ങൾ തിരിഞ്ഞില്ല. നിങ്ങൾക്ക് നന്മ തന്ന ദൈവത്തെങ്കിലേക്ക് എന്ത് ചെയ്തില്ല? ഉറക്കെ പറ. നമ്മുടെ സ്വഭാവമാണ് പറയുന്നത്. ഇത് നമ്മുടെ ഓരോരുത്തരുടെ സ്വഭാവമാണ്. മനുഷ്യരെ നന്ദിയില്ല. നമ്മൾ ദൈവത്തോടും മനുഷ്യനോടും നന്ദിയുള്ളവരായിരിക്കണം. ദൈവത്തോടും മനുഷ്യനോടും. ഈ നന്മകൾ ഇതൊക്കെ വരുത്തിയവരിലേക്ക് തിരിഞ്ഞില്ല. ഈ COVID-19 കാലഘട്ടത്തിൽ എത്രയോ കോടി മനുഷ്യരാണ് മരണപ്പെട്ടത്. എൻ്റെ മൂക്കിലും എൻ്റെ ലെൻസിലും നിങ്ങളുടെ വായിലും കയ്യിലും ഒക്കെ കോവിഡ് പിടിപെട്ടതാണ്. എന്നാൽ മരണത്തിനേൽപ്പിക്കാൻ തന്നെ ഇരുത്തിയ ദൈവത്തെ. സഭായോഗങ്ങളിൽ വന്ന് എന്തിനാ വന്നേ? സഭായോഗത്തിന് വന്ന് എന്തിനാ ആരാധിക്കാൻ? ആരെ ആരാധിക്കാൻ? ദൈവത്തെ ആരാധിക്കാൻ. വന്നിട്ട് പ്രൈസ് ഗോഡ് വലിയ മാളിൽ നിൽക്കുന്ന മാളുകൾ വെച്ചേക്കുന്ന എൻ്റെ ബൊമ്മ പോലെ നിൽക്കാനല്ല, ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ, ഒരു നന്ദി പറയാൻ. നിന്റെ ആദരം തുറക്കണം, സ്തോത്രം പറയാൻ, നന്ദി പറയാൻ, ആരാധിക്കേണ്ട യോഗ്യനെ ആരാധിപ്പാൻ നീ മനസ്സ് പുതുക്കണം. നിന്നെ നടത്തിയ വഴികൾ ഓർക്കാൻ ഇന്ന് രാവിലെ അവസരം തന്നിരിക്കുക. യൂട്യൂബിൽ ശ്രദ്ധിക്കുക സഹോദര. വെന്റിലേറ്ററും ഐസിയുവിലും കിടക്കുമ്പോഴല്ല നീ സ്തോത്രം പറയേണ്ടത്. നിനക്ക് ജീവനുള്ളപ്പോൾ, നന്ദിയുള്ളപ്പോൾ, കഴിവുള്ളപ്പോൾ, പ്രാപ്തിയുള്ളപ്പോൾ നീ പറയേണ്ടത് ഒരു പറ.
നിന്നെ നിലനിർത്തിയ ദൈവത്തെ, നിന്നെ മാനിച്ച ദൈവത്തെ, നിന്നെ നടത്തിയ ദൈവത്തെ, ഇത്രത്തോളം കൊണ്ടും ദൈവത്തെ ഇവര് മറന്നുപോയി. നന്ദിയില്ലാത്ത സ്വഭാവം, മറന്നുപോകുക. എത്ര ആക്സിഡന്റുകളിലൂടെ, എത്ര തട്ടിത്തെറിച്ച് പോയപ്പോൾ, എത്ര അവയവങ്ങൾ നഷ്ടപ്പെട്ടപ്പോൾ നിന്നെ കേടുകൂടാതിരുത്തിയില്ലേ? നിന്നെ ബലത്തോടെ കൊണ്ടുവന്നില്ലേ ദൈവം? നിനക്ക് സൗഭാഗ്യങ്ങൾക്ക് നന്ദി പറയണം. സ്തോത്രം. താട്ട് വായിച്ച് പണ്ട് നിരൂപിച്ചിട്ട് ഓർത്തില്ല. അടുത്തത് സൈന്യയുടെ യഹോവയെ കർത്താവ് കരച്ചിൽ, കേട്ടോണേ, സൈന്യങ്ങളുടെ യഹോവയെ കർത്താവ് കരച്ചിലിനും വിലാപത്തിനും മുട്ടയടിക്കുന്നതിനും. അത് ആ വാക്യം ഒന്നുകൂടെ ശരി വാക്യം, യൂട്യൂബിൽ നിന്ന് കേൾക്കേണ്ട വാക്യം. കരച്ചിലിനും വിലാപത്തിനും മുട്ടയടിക്കുന്നതിനും രട്ടുടുക്കുന്നതിനും വിളിച്ചപ്പോൾ ആനന്ദവും സന്തോഷവും കാളറക്കുക, ആടറക്കുക, ഇറച്ചി തിന്നുക, വീഞ്ഞു കുടിക്ക, തിന്നുക, കുടിക്ക, നാളെ മരിക്കുമല്ലോ എന്നിങ്ങനെ ആയിരുന്നു. യോഗം ആരുടെ ആകട്ടെ, പണ്ട് കാനവച്ചൻ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കും. കർത്താവിൽ പ്രസിദ്ധനായ കാനവച്ചൻ, നിങ്ങൾ ഓർമ്മയുണ്ടല്ലോ? കർത്താവിൽ പ്രസിദ്ധനായ കാനവച്ചൻ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറഞ്ഞത്: സാത്താൻ സുവിശേഷത്തിന് വേണ്ടി പന്തലിട്ടാലും ഞാൻ പോയി പ്രസംഗിക്കും. മനസ്സിലായോ? ബഹുമാനപ്പെട്ട സജിപ്പാസ് ഇവിടെ ഉപദേശപശമുള്ള യോഗം ഒന്നും വെച്ചിട്ടില്ല. ഒരു മാന്യമായ യോഗം വെച്ചേക്കുന്നത്, ഒരു വിളംബരം ചെയ്തിരിക്കുക. എന്തിനാ? വന്ന് കൂടുക. അമ്മ അപ്പുറത്ത് നിൽക്കുന്ന ആളെ പിടിച്ചിട്ട് ഇടാൻ വേണ്ടിയല്ല, അപ്പുറത്ത് നിൽക്കുന്ന ആളെ പിടിച്ചുകൊണ്ടിടാൻ വേണ്ടിയല്ല. ദേശത്തിന് സൗഖ്യത്തിനായി, മല്ലപ്പള്ളിയുടെ അനുഗ്രഹത്തിനായി, മല്ലപ്പള്ളിയുടെ സൗഖ്യത്തിനായി ഒരു മനോഹര യോഗം വെച്ചിരിക്കുമ്പോൾ ഈ വിളി ശ്രദ്ധിക്കുന്ന എത്ര പേരുണ്ട്? വാക്യം ഒന്നുകൂടെ വായിച്ച് കേൾപ്പിച്ച് എന്തിനാ വെച്ചിരിക്കുന്ന? വായിച്ചാട്ടെ. യഹോവേ കർത്താവ് കരച്ചിലിന് ഇവിടെ അടിച്ചു പൊളി ചിരിച്ച് ഡാൻസ് ചെയ്ത് പോകുന്ന യോഗമല്ല. ആമേ, ഒരു യോഗം വെച്ചിരിക്കുക കരച്ചിലിന് വേണ്ടി, വിലാപത്തിന് വേണ്ടി, തെറ്റുകൾ ഏറ്റുപറയാൻ, അനുദപിക്കുവാൻ, ശുദ്ധീകരണം പ്രാപിപ്പാൻ ഒരു യോഗം വിളംബരം ചെയ്തിരിക്കുക. അത് ആരെങ്കിലും മനസ്സ് ഓരോ കാലഘട്ടങ്ങളിൽ ഉണർത്തും, ഓരോ ദേശങ്ങൾക്ക് വേണ്ടി. ഹലോ, ഓരോ ദേശങ്ങളിൽ, ഓരോ പഞ്ചായത്തിൽ, ഓരോ പട്ടണങ്ങളിൽ ആരുടെയെങ്കിലും മനസ്സുണർത്തും ഇങ്ങനെയുള്ള യോഗങ്ങൾ വിളംബരം ചെയ്യാൻ. അപ്പോൾ സംഘടന, പ്രസ്ഥാനം, വലിയ നേതാവെന്ന് നോക്കേണ്ട ആവശ്യമില്ല. നിനക്ക് മനസ്സുണർത്തിയെങ്കിൽ, യഹോവ മനസ്സുണർത്തിയെങ്കിൽ നീ വന്ന് കൂടിക്കോ. നിനക്കൊരു വിടുതലുണ്ട്, നിനക്ക് ശുഭയാത്രയുണ്ട്. മഹത്വം വെളിപ്പെടും. ദൈവത്തിന് മഹത്വം വെളിപ്പെടും. ഈ പട്ടണത്തെ വിളിക്കുകയാണ്. പട്ടണം കഴിഞ്ഞ കാലങ്ങളെ ഓർക്കേണ്ട, കഴിഞ്ഞത് പോയി. ഇതാ പുതിയ ഒന്ന് ചെയ്യാൻ പോവുക. എത്ര വിശ്വസിക്കുന്നുണ്ട്? പുതിയ ഒന്ന് ദൈവം ചെയ്യാൻ പോകുകയാ. ഓ, കഴിഞ്ഞ് ഓർക്കണ്ട. ഇതാ ഞാൻ പുതിയ ഒന്ന് ചെയ്യാൻ പോകുന്നു. ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും, ഒരു പുതിയ കാര്യം ചെയ്യാൻ കഴിയും. ഹല്ലേലൂയ. കരച്ചിലിന്, വിലാപത്തിന്, നിലവിളിക്ക്, മൊട്ടയടിക്കുവാൻ, ഉപവസിക്കാൻ, പ്രാർത്ഥിക്കാൻ വിളിക്കുകയാണ്. മല്ലപ്പള്ളിയെ വരിക. എന്തിനാ? നിലവിളിക്കാൻ, കരയാൻ, സമൂഹം വിളിക്കുക. പെന്തക്കോസ്തരെ മാത്രമല്ല, സകല ജാതികളെ വിളിക്കുകയാ. വരിക. ഇവിടെ പണം കൊടുത്ത് മതം മാറ്റം ചെയ്യാനല്ല, അങ്ങനെ ഏർപ്പാട് ഞങ്ങൾക്കില്ല, ഒരിടത്തുമില്ല. അവിടെ 1 ലക്ഷം 2 ലക്ഷം കൊടുത്ത് ഒരുത്തനെ പെന്തക്കോസ് ചേർത്താൽ എത്ര ദിവസം നിൽക്കും? ഇതിനകത്ത് ഞങ്ങളൊക്കെ തകർന്ന് തരിപ്പണ ആളുകളാണ്. എൻ്റെ പിതാവ് ഭയങ്കര മദ്യപാനിയായിരുന്നു, സ്വസ്ഥതയില്ലാത്തതായിരുന്നു. 88 കാലഘട്ടത്തിൽ ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ചപ്പോൾ നവംബർ 13 1988 യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചപ്പോൾ, പാരമ്പര്യ ബന്ധങ്ങളെ തകർത്ത് അവന് ആരാധന വിട്ട് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചപ്പോൾ ഈ മഹത്വം അനുഭവിച്ചത് എങ്ങനെ പിന്മാറാൻ പറ്റും? ഇതിനേക്കാൾ വലിയ ത്രോണസവും കുരിശും ഒക്കെ ഉള്ള ഭാഗത്ത് ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു വന്ന ആളുകളാണ്. പറയട്ടെ, അവിടെ ഇല്ലാത്ത സന്തോഷവും സമാധാനവും തിരുവഴുത്തിലൂടെ യേശു ക്രിസ്തു ഏകരക്ഷകൻ,
യേശുക്രിസ്തു ഏകമാർഗം. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും രക്ഷയ്ക്കായി വായ കൊണ്ട് ഏറ്റുപറഞ്ഞ് പാപവഴികളെ ഉപേക്ഷിച്ചപ്പോൾ വിശുദ്ധിയും വേർപാടും ആരാധന, ആത്മാവിന്റെ ആരാധനയിൽ ആത്മനിർവ്വന്റെ ആരാധന നിൽക്കുന്നിടത്ത് കിട്ടാത്തത് കൊണ്ട് ഇവിടെ കിട്ടിയ അനുഭവം ഏറ്റവും ശ്രേഷ്ഠമാണ്. ഇത് പണം കൊടുക്കാനുള്ളതല്ല, പണം കൊടുത്ത് കിട്ടുന്നതല്ല. ആരെയും വശീകരിക്കുന്നല്ല. കാര്യത്തിൽ സത്യം വിളിച്ചു പറയുമ്പോൾ വചനം വായിച്ച് വിടുവിക്കുന്നു, വചനം വായിച്ച് സൗഖ്യമാക്കുന്നു, വചനത്തോടെ സമാധാനം കൊടുക്കുന്നു. യേശു ക്രിസ്തു മഹത്വം വെളിപ്പെടുത്തുന്നു. ഏത് മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുന്ന സന്ദേശമാണ് കൈമാറുന്നത്. വരിക. എന്തിനാണ്? ഒന്നുകൂടെ വായിച്ച കുഞ്ഞെ, വായിച്ച് കേൾപ്പിച്ചാട്ടെ, വായിച്ചാട്ടെ. ആനന്ദവും സന്തോഷവും. 10-ാം വാക്യം ഒന്നുകൂടെ വായിക്കും. യെരൂശലേമിലെ വീടുകൾ എണ്ണി മതിൽ ഉറപ്പിപ്പാൻ വീടുകളെ പൊളിച്ചു കളഞ്ഞു. പഴയ കുളത്തിലെ വെള്ളം സൂക്ഷിപ്പാൻ 2 മതിലുകളുടെ മധ്യേ ഒരു ജലാശയം ഉണ്ടാക്കി. എങ്കിലും അത് വരുത്തിയവങ്കിലേക്ക് നിങ്ങൾ ദൈവം കൊടുത്ത നന്മകളെല്ലാം മറന്നുപോയി. ഇന്ന് ലോക സമൂഹം സകല ജനം അങ്ങനെ തന്നെയാണ്. ദൈവത്തെ മറക്കുന്ന ആളുകൾ, നന്ദിയില്ലാത്ത ഹൃദയങ്ങൾ. ഒരാവശ്യം വരുമ്പോൾ മാത്രം കരയുന്നവർ, പ്രാർത്ഥിക്കുന്നവർ പോരാ. നിന്റെ സന്താപകാലത്തും സന്തോഷകാലത്തും നീ ദൈവത്തെ സ്തുതിക്കണം. ദാവീദ് പറഞ്ഞ യഹോവയെ എല്ലാ കാലത്തും സ്തുതിക്കും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിൽ മേലിരിക്കും. മനസ്സിൽ ദുഃഖത്തിലും സന്തോഷത്തിലും വേദനയിലും വേർപാടിലും മരണത്തിലും കഷ്ടതയിലും ദൈവത്തെ ആരാധിപ്പാൻ വിളിക്കപ്പെട്ടവരെ. ദൂത് കേട്ടോ? വായിച്ച കുഞ്ഞെ, വായിച്ചാട്ടെ. പണ്ടേ അത് നിരൂപിച്ചവനെ ഓർത്തതുമില്ല. അടുത്തത്, അന്ന് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് കരച്ചിലിന് വിലാപത്തിന് മൊട്ടയടിക്കുന്നതിന് രട്ടുടുക്കുന്നതിനും. ഇതെല്ലാം പഴയ നിയമ പ്രമാണം അനുസരിച്ച് പറയുക. പുതിയ നിയമത്തിൽ അങ്ങനെ ഏർപ്പാടില്ല. എന്നാൽ ഒറ്റ ഏർപ്പാടേ ഉള്ളൂ, വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി മുറിക്കണം. അനുതാപവും ഏറ്റുപറച്ചിലും ശുദ്ധീകരണവും നിലവിളിയും. ദൈവമായി നിരപ്പാകണം, മനുഷ്യനുമായി നിരപ്പാകണം, ദൈവത്തിൽ വസിക്കണം. ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിച്ചിരിക്കുന്ന ഉപവസിക്കുന്ന ആളുകളുണ്ട്. 40 ദിവസം 21 ഇരിക്കുന്ന ആളുകളുണ്ട്. ഞങ്ങളൊക്കെ ദീർഘവർഷങ്ങളിലിരിക്കുന്ന ആളുകളാണ്. ഉപവാസ വീരന്മാരൊന്നും പറയല്ല, ദൈവം പറയുക. ദൈവത്തിൽ വസിക്കണം, വിശുദ്ധിയോടെ ജീവിക്കണം, സ്വപ്നം താഴണം, ദിവസത്തിന് വിനയണം, കരയണം. മുട്ടയൊന്നും അടിക്കേണ്ട, പക്ഷെ നിലവിളിക്കണം, പാപം ഏറ്റുപറയണം, ശുദ്ധീകരണം പ്രാപിക്കണം, കരയണം, ദൈവത്തോട് നടത്തിയ വഴികളെ ഓർക്കണം, ദൈവത്തിൽ വസിക്കണം. ഇതെല്ലാം പൊതുയോഗമാണ്. വീട്ടിൽ പോയി പ്രാർത്ഥിക്കണം ദൈവത്തോട്. ഉപവാസം വിജയപ്രദമായി തീരണം. ദൈവം വിളിക്കുകയാണ്. പഴയ നിയമ ജനത്തെ അങ്ങനെ 8-ലും 8-ലും ഇരിക്കാൻ വിളിച്ചു. അനേക പ്രാവശ്യം വിളിച്ചിട്ട് അനുസരിച്ചില്ല. വായിച്ചാട്ടെ. രട്ടുടുക്കുന്നതിനും വിളിച്ചപ്പോൾ ആനന്ദവും. ഇവർ ചെയ്ത പണി എന്ന് പറയാമോ? മല്ലപ്പള്ളി വേറെ പണിയില്ല. കുറെ പ്രവാചകന്മാരെ വിളിച്ചിരിക്കുക. ഇങ്ങനെ കമന്റ് പറഞ്ഞ് പോയി. അവർ വേറെ പരിപാടിക്ക്. ഇവിടെ ക്രിക്കറ്റിന് മത്സരമായിരുന്നെങ്കിൽ ഇടിച്ചു കയറി ആൾ വന്നേനെ. ഇവിടെ സംഗീത മഹോത്സവം പറഞ്ഞെങ്കിൽ ആൾ കൂടിയേനെ. പക്ഷെ ലോകത്തിന് ഇമ്മവെള്ളമൊന്നും ഇവിടെ ഇല്ല. ഹലോ, ഇവിടെ കുറ്റബോധം വരുത്തുന്ന, പാപബോധം വരുത്തുന്ന, മുറിവേൽപ്പിക്കുന്ന സന്ദേശങ്ങളാണ് ചിലപ്പോൾ കിട്ടുന്നത്. നിനക്ക് ഇഷ്ടപ്പെടുന്ന സന്ദേശമല്ലായിരിക്കാം, പക്ഷെ ഈ സന്ദേശം ഏറ്റെടുത്താൽ നിന്റെ മുറിവ് കെട്ടപ്പെടാൻ പോവാ. ഇവിടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ, പിള്ളേരുടെ ഭാഷയെ പറഞ്ഞാൽ അടിച്ചു പൊളിക്കുന്ന ഒന്നുമില്ല. സഹിച്ചായ ഇവിടെ കൊള്ളാൽ ചില സഹോദരങ്ങൾ വർഷിപ്പിക്കുന്നു, പാട്ട് പാടുന്നു, മനോഹരമായി പാടുന്നു. അങ്ങനെ ചില സാധുക്കൾ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ ഇവിടെ കാണത്തക്കതായി ഒന്നും കാണാനില്ല. പക്ഷെ ഒരുവൻ വന്നിട്ടുണ്ട്, കർത്താവ് വന്നിട്ടുണ്ട്. അത് അനുഭവിക്കുന്നവർക്കായി സ്വപ്നം പറയുകയാ. പ്രിയരെ, നിങ്ങൾ പോകുമ്പോൾ പറയണം, നിങ്ങൾ പോകുന്ന ഗ്രാമത്തിൽ പട്ടണത്തിൽ പറയണം, ഇവിടെ ഒരു യോഗം നടക്കുകയാണ്. നിങ്ങൾ നോട്ടീസ് കൊടുക്കണം. ദൈവദാസന്മാർ വന്നുകൊണ്ടിരിക്കുകയാണ്, വരിക, ഒരു ദിവസം വരിക. നിങ്ങൾ വിളിച്ചുകൊണ്ട് വരണം, നാളെ വിളിച്ചുകൊണ്ട് വരണം, വൈകിട്ട് വിളിച്ചുകൊണ്ട് വരണം. അവിടെ അഭിഷേകമുണ്ട്, ആത്മപകർച്ച നടക്കുന്നുണ്ട്. അവൻ നിങ്ങളോട് പ്രാർത്ഥിക്കും, നിങ്ങളെ വിടുവിക്കും. നിങ്ങളാണ് പറയേണ്ടത്, നിങ്ങളുടെ കടപ്പാടാണ് വരിക എന്ന് പറയേണ്ടത്. ഉപവാസം പ്രഖ്യാപിച്ചു. മുട്ടയടിക്കാനും നിലവിളിക്കാനും വെച്ചപ്പോൾ അവരെന്തെല്ലാം പറഞ്ഞു? വായിച്ചാട്ടെ. രട്ടുടുക്കുന്നതിന് വിളിച്ചപ്പോൾ ആനന്ദവും സന്തോഷവും. കാളെ അറക്കുക, ആടിനെ അറക്കുക, ഇറച്ചി തിന്നുക, വീഞ്ഞു കുടിക്കുക, നാം തിന്നുക, കുടിക്കുക, നാളെ. ഇതാണ്. അപ്പൊ ഒരു കൂട്ടം ഉപവാസവും പ്രാർത്ഥനയിലും
അതെല്ലാ മേഖലയിലും ഉണ്ട്. ഒരു ലോക്കൽ ചർച്ചിലാണെങ്കിലും എല്ലാ മഹാന്മാരൊന്നും ഉപവസിക്കുന്നത് പ്രാർത്ഥിക്കുന്നുമില്ല. സാധുക്കൾ ഇങ്ങനെയുണ്ട്, ചിലർ ഉപവസിക്കും, പ്രാർത്ഥിക്കും. അവരെ മണ്ടന്മാരായിട്ടും കളിയാക്കുകയും അവരെ പരിഹസിക്കുകയും ചെയ്യും. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, അവരുടെ തേജസ് വലുതായിരിക്കും. തേജസ്സിന് കനവ്യത്യാസമുണ്ട്. മനസ്സിലായോ? ഇവിടെ ശാപ്പാട പ്രിയനായി അവൻ അടിച്ചു പൊളിച്ച് ജീവിച്ചാൽ നിന്റെ തേജസ്സിന് കുറവുണ്ടാകും. സ്വപ്നം. പക്ഷേ കൂടെ ഉപവസിച്ചും പ്രാർത്ഥിച്ചും നിന്റെ ശരീരത്തെ ക്ഷയിപ്പിച്ചുമൊക്കെ മുന്നോട്ട് പോകുന്നതിന് ഓർത്തോണം, നിന്റെ തേജസ്സിന്റെ കനം വലുതായിരിക്കും. മനസ്സിലാവുന്നതിനായി സ്വപ്നം പറയുക. ഈ ഉപവാസ പ്രാർത്ഥനയിൽ തേജസ് ഒന്ന് വർദ്ധിക്കട്ടെ, ആ തേജസ്സിന് വെളിപ്പാടൊന്ന് വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ യഥാസ്ഥാനത്തിനായി, മടങ്ങി വരുവാനായി, ഏറ്റുപറച്ചിലിനായി ഈ വിളംബരം ചെയ്തിരിക്കുന്ന ഈ മഹായോഗത്തില് നീ വന്നിരിക്കുക. ഇതുപോലൊരു മഹായോഗം നിങ്ങളുടെ വീട്ടിൽ വെക്കണമെങ്കിൽ എത്ര ലക്ഷം ചിലവാണ്, എന്തെല്ലാം സംവിധാനം ചെയ്യണം. ഇവിടെ മനോഹരമായ ചെയറുകളൊക്കെ എടുത്ത് നല്ല AC ഒക്കെ ചെയ്ത് അതുപോലെ നല്ല ഫാന് കറങ്ങിക്കൊണ്ടിരിക്കുക. ഇവിടെ വന്നിരുന്ന വചനം കേട്ട് കരയാനും ഉപവസിക്കാനൊക്കെ ഈ സുവർണ അവസരം കിട്ടിയിരിക്കുമ്പോൾ അയ്യോ, എത്ര ഇത് മനസ്സിലായിട്ടുണ്ട്, എത്ര ഇത് ഗ്രഹിക്കുന്നുണ്ട്. ഈ ശാന്തമായി വന്നിരിക്കാൻ നീ ഒരു കുപ്പി വെള്ളം കൊണ്ട് വന്നിരുന്നാൽ മതി. നിനക്ക് പ്രാപിക്കാനും കേൾക്കാനും ഒക്കെ എത്ര സുവർണ അവസരം ഒരുക്കിയിരിക്കുമ്പോൾ ഇത് ശ്രദ്ധിക്കാതെ പോകല്ലേ നാട്ടാരെ, ഇത് ശ്രദ്ധിക്കാതെ പോകല്ലേ വീട്ടുകാരെ. അയ്യോ അയ്യോ, നീ ഓടി വായോ, നിനക്കൊരു അനുഗ്രഹം വെച്ചിട്ടുണ്ട്, നീ വന്നിരിക്ക. ചിലരുണ്ട് അവസാനം വരാനിരിക്കുക. സ്വപ്നം നിന്റെ അവസാനത്തിൽ അത് എത്ര ദിവസം നിൽക്കുമെന്ന് അറിയത്തില്ല. പക്ഷെ നിന്റെ സമയം ഇതാണ്. ഇപ്പോൾ വരിക, ഇപ്പോൾ വരിക, ഇന്ന് വരിക, നീ വന്നിരിക്കുക. പൗലോസ് പറഞ്ഞു, ഞാൻ കർത്താവിന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും. വല്ലതും പ്രാപിച്ചാൽ നീ അനേർക്ക് കൊടുക്കാൻ പറ്റും. ഇവിടുന്ന് പ്രാപിച്ചുകൊണ്ട് പോകണം, ഇവിടുന്ന് പ്രാപിച്ചുകൊണ്ട് പോകണം. നിന്നെ നിറയ്ക്കാൻ പോവാം, നിന്നെ ശക്തീകരിക്കാൻ പോവാം, നിന്നെ അഭിഷേകം ചെയ്യാൻ പോവാം, നിന്നെ സൗഖ്യമാക്കാൻ പോവാം. നീ പ്രാപിക്കട്ടെ. ഇനി ഓശിയ പ്രവചനത്തിലേക്ക് ദൈവം കൊണ്ട് ഓശിയ പ്രവചനം 6-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ഓശിയ പ്രവചനം 6-ാം അധ്യായം 1 മുതൽ 3 വരെ വായിച്ചാട്ടെ. ഇസ്രായേൽ മക്കളെ, ഓശിയ 6-ന്റെ 1 മുതൽ 3 വരെ. വരുവീൻ, നാം യഹോവയിലേക്ക് ചെല്ലുക. അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു, അവൻ സൗഖ്യമാക്കും. അവൻ നമ്മെ അടിച്ചിരിക്കുന്നു, അവൻ മുറിവ് കെട്ടും. 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും. 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. നാം അവൻ്റെ മുമ്പാകെ ജീവിക്കുകയും ചെയ്യും. നാം അറിഞ്ഞുകൊള്ളുക, യഹോവയെ അറിയുവാൻ നാം ഉത്സാഹിക്കുക. നിന്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളവ, അവൻ മഴ പോലെ നിന്റെ അടുക്കൽ വരും. ഇന്ന് രാവിലെ വരുന്നവനെ അനുഗ്രഹിക്കാൻ പോവാ. ഇങ്ങോട്ട് നോക്കിക്കേ, ഓശിയ പ്രവാചകൻ പറയുകയാണ്. ഈ ചെറിയ പ്രവാചകൻ ഇസ്രായേലിനെ വിളിക്കുകയാണ്. വിഗ്രഹാരാധന, ആഭിചാരം, മന്ത്രവാദം, രഹസ്യ പാവങ്ങൾ അടിമപ്പെട്ടു പോയ ജനത്തെ അശൂരിനെ കൊണ്ട് സന്ദർശിച്ചു. 1-ാമത്തെ സന്ദർശനം. മ്ലേച്ഛതയ്ക്ക് കൂട്ടുനിൽക്കുന്ന ദൈവമല്ല, രഹസ്യഭാവത്തിന് കൂട്ടുനിൽക്കുന്ന ദൈവമല്ല. ദൈവനെ സന്ദർശിച്ചു അശൂരിനെ. അശൂർ ആദ്യം സപ്പോർട്ട് ചെയ്തെങ്കിലും ഇവർക്ക് പണമില്ലാതെ വന്നപ്പോൾ അശൂർ വീണ്ടും ആക്രമിക്കാൻ വന്നു. ഇങ്ങോട്ട് നോക്കിക്കേ, ഇവർ അശൂരിനെ വീണ്ടും ആശ്രയിച്ചു. അശൂർ സാമ്രാജ്യത്തിന് ഇസ്രായേലിനെ സഹായിക്കാൻ പറ്റിയില്ല. കാര്യം ദൈവം സന്ദർശിച്ചു. ഉറക്കെ പറ, ആര് സന്ദർശിച്ചു? ഉറക്കെ പറ. എല്ലാം രോഗമൊന്നും അല്ല കേട്ടോ, എല്ലാം രോഗമൊന്നും അല്ല. വിവേചിക്കണം. ഞാൻ ചെയ്ത നിമിത്തം, ഞാൻ പ്രവർത്തിച്ച നിമിത്തം ഏതെങ്കിലും വിഷയമാണോ, നിരപ്പാകേണ്ട വിഷയമാണോ, ലക്ഷങ്ങൾ കോടികൾ കൊണ്ട് മുടക്കി
പല മെഡിസിനൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിക്കുക, ദൈവമേ നിന്നെ വിളിച്ചാൽ വിടുവിക്കുന്ന കേസാണോ? സ്വപ്നം. ഇസ്രായേൽ അശൂരിനെ ആശ്രയിച്ചു. എന്ത് ചെയ്യും? ദൈവം കടിച്ചു കീറി. ഉറക്കെ പറഞ്ഞാട്ടെ, എന്താ കടിച്ചു കീറാൻ ദൈവം മൃഗമാണോ? അല്ല, സന്ദർശന ഭാഷ എഴുതിയിരിക്കുക. ലോകരാജ്യങ്ങളെ, കുടുംബങ്ങളെ, പ്രസ്ഥാനങ്ങളെ, വ്യക്തികളെ ഒക്കെ ഓരോ കാലഘട്ടങ്ങളിൽ ദൈവം സന്ദർശിച്ചിട്ടുണ്ട്. ഇവിടെ കടിച്ചു കീറി വികൃതമായി പോയി. ഉറക്കെ പറഞ്ഞേ, ഉറക്കെ പറ. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത പരുവത്തിലാക്കിയെന്ന്. അലുവ മുറിച്ചതുപോലെ മുറിച്ചെന്നല്ല പറയുന്നത് കേട്ടോ. മര്യാദയ്ക്ക് ദൈവത്തെ സേവിച്ചോണം. സേവിച്ചില്ലെങ്കിൽ അവൻ കടിച്ചു കീറും, വികൃതമാക്കളയും. അപ്പൻ അപ്പൻ്റെ വഴി, അമ്മ അമ്മയുടെ വഴി, മോൻ മോൻ്റെ വഴി, മോള് മോടെ വഴി. നോ, അതല്ല ദൈവസഭയുടെ അംഗം. നീ ദൈവത്തെ യഥാർത്ഥമായി അനുസരിച്ചെങ്കിൽ, രക്ഷിക്കപ്പെട്ടെങ്കിൽ, യഥാർത്ഥ മാനസാന്തരത്തിന് വന്നെങ്കിൽ, വേർപാട് സൂക്ഷിച്ച് കൽപ്പന അനുസരിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് വിശ്വതയിൽ നിന്നാൽ നീയും നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. മനസ്സിലായോ? സ്വപ്നം. നേരെ ചൊവ്വേ ദൈവത്തെ സേവിച്ചാൽ നീ അനുഗ്രഹിക്കപ്പെടും. വളവഞ്ഞ വഴി പോയാൽ കുറച്ചൊക്കെ ദൈവം ക്ഷമിക്കും. അല്ലെ കടിച്ചു കീറി. ഇവിടെ കടിച്ചു കീറി വികൃതമാക്കി കളഞ്ഞു. ഇവർ അശൂരിനെ ആശ്രയിച്ചു. ഇവർ അശൂരനെ സഹായിക്കാൻ പറ്റിയില്ല. മനസ്സിലാക്കി. കുറച്ചുകൂടെ വായിക്കാണ്ട് അതിൻ്റെ 5-ാം അധ്യായം 13-ാം വാക്യം വായിച്ച്, മൈക്രോഫോൺ വഴി വായിച്ച്, ഹോശേയ 5:13 മുതൽ വായിച്ചാട്ടെ. എഫ്രൈം തന്റെ വ്യാധിയും യഹൂദ തന്റെ മുറിവും കണ്ടപ്പോൾ എഫ്രൈം അശ്ശൂരിൽ ചെന്ന് യുദ്ധതൽപരനായ രാജാവിന്റെ അടുക്കൽ ആളയച്ചു. എങ്കിലും നിങ്ങളെ സൗഖ്യമാക്കുവാനും നിങ്ങളുടെ മുറിവ് പൊറുപ്പിപ്പാനും അവന് കഴിഞ്ഞില്ല. ഞാൻ എഫ്രൈമിനൊരു സിംഹം പോലെയും യഹൂദാ ഗൃഹത്തിനൊരു ബാലസിംഹം പോലെയും ഇരിക്കും. ഞാൻ തന്നെ കടിച്ചു കീറി പൊയ്ക്കളയും. ഞാൻ പിടിച്ചു കൊണ്ടുപോകും. ആരും വിടുവിക്കുകയുമില്ല. അവർ കുറ്റം ഏറ്റു പറയുവോളം, എന്റെ മുഖം അന്വേഷിക്കുവോളം ഞാൻ മടങ്ങിപ്പോയി എന്റെ സ്ഥലത്തേക്ക്. ബ്രസ് മല്ലപ്പള്ളിയിലൂടെ ഒരു സുവർണ അവസരം തരിക. ദൈവമുഖം അന്വേഷിക്കാൻ, ഏറ്റു പറയാൻ. ആമേ. ഇസ്രായേൽ എബ്രയും ദൈവത്തിൽ ആശ്രയിച്ചില്ല. സ്തോത്രം. വികൃതമായി ദൈവം കടിച്ചു കീറി സന്ദർശിച്ച് പോയി കളഞ്ഞു. ഇവിടെ നോക്കിയേ, അവൻ്റെ സ്ഥലത്ത് പോയിരിക്കുക. എന്നാൽ ഉപവാസവും പ്രാർത്ഥനയും ഏറ്റുപറച്ചിലുണ്ടെങ്കിൽ അവൻ മടങ്ങി വരാൻ പോകുകയാ. നിന്നെ പൊക്കിയെടുക്കാൻ പോകാം, നിന്നെ വിടുവിക്കാൻ പോകയാം. നിന്റെ കഷ്ടതയിൽ, നിന്റെ നെടുവീർപ്പിൽ നിന്നെ ഉദ്ധരിക്കാൻ പോകയാ. നിന്റെ നിലവിളി, നിന്റെ സങ്കടം ഉയരട്ടെ. നിന്റെ കൈപ്പുള്ള കരച്ചിൽ, നിന്റെ നിലവിളി നിന്നെ ഉദ്ധരിക്കാൻ പോകയാ. നിന്നെ പൊക്കിയെടുക്കാൻ പോകയാ. നീ നിലവിളിച്ചോ, നീ ഏറ്റുപറഞ്ഞോ, നീ കണ്ണുനീര് പൊഴിച്ചോ, നീ മാപ്പ് ചോദിക്ക്, നീ മടങ്ങി വാ. നിനക്ക് മടങ്ങി വരാൻ അവസരമാണ്. കുറ്റമേറ്റു പറയുവോളം. എവിടെയാണോ തെറ്റ് ചെയ്ത്, എവിടെയാണോ പരാജയപ്പെട്ട വഴി, അവിടുന്ന് തെറ്റേറ്റ് പറയണം. കുറുക്ക് വഴി കയറി മടങ്ങി വരരുത്. വരുന്നെങ്കിൽ നേരെ ജോവേ ദൈവത്തെ സേവിക്കാൻ വാ. എവിടെ മുതൽ തെറ്റി അതെല്ലാം എണ്ണി ഏറ്റു പറയണം. കർത്താവേ അങ്ങ് ക്ഷമിക്കണേ. നോ, എവിടെ തെറ്റി അവിടെ മുതൽ കറക്റ്റ് ചെയ്യണം. ജഡത്തിലെ ആത്മാവിലെ സകല കൺമഷങ്ങളെ നീക്കി ശുദ്ധീകരണം പ്രാപിച്ചോണം. അതുകൊണ്ട് എബ്രയീമിനെ ദൈവം വിളിച്ച പേരെന്താണ്? മറിച്ചിടാത്ത ദോശ. എന്താണ് മറിച്ചിടാത്ത? പഴയ ഇരട്ടപ്പേര് വിളിച്ചിട്ടുള്ളത്. ഇരട്ടപ്പേര് എന്ന് വെച്ചാൽ ഒരു ഭാഗം വെന്തെങ്കിലും ഒരു ഭാഗം വെന്തില്ല. നിങ്ങൾക്കറിയാമോ ഈ മറിച്ചിടാത്ത ദോശ കൊണ്ട് വല്ല ഗുണമുണ്ടോ? വായിലൊട്ടും. ഒരു ഭാഗത്ത് എണ്ണമയം ഉണ്ടെങ്കിലും ഒരു ഭാഗം കരിഞ്ഞു പോയി, വെന്തുപോയി. ഒരു ഭാഗത്ത് ഒന്നും എണ്ണമയവും ഇല്ല, തിരിച്ചിട്ടില്ല, കരിഞ്ഞു വളഞ്ഞു പോയി. ഹലോ, ഒരു ഭാഗവും സ്തോത്രവും കയ്യടി അന്യഭാഷയൊക്കെ ഉണ്ടെങ്കിലും തിരിച്ചിട്ടോണം. ബ്ലസ് മല്ലപ്പള്ളി എന്തിനാ വെച്ചത്? നിന്നെ തിരിച്ചിടാൻ, വെന്തിറങ്ങാൻ, രുചി വരുത്താൻ ദൈവാത്മാവ് ഇടപെടുകയാം. ഈ ഉപവാസ പ്രാർത്ഥനയിൽ നീ തിരിച്ചിട, നീ മടങ്ങുക.
ഒരു സുവർണ അവസരം തരികയാണ്. ഈ സ്കൂൾ തുറക്കാൻ പോകുന്ന സമയത്ത് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ, ശക്തിപ്പെടാൻ. രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞ് പോയാൽ പോരാ, സ്നാനപ്പെട്ടെന്ന് പറഞ്ഞ് പോയാൽ പോരാ. ഈ സ്വർഗീയ ദാനത്തെ അനുഭവിക്കണം. ഈ സ്വർഗീയ ശക്തി, വരാനുള്ള ദൈവരാജ്യത്തിന്റെ ശക്തി, വരാനുള്ള ദൈവരാജ്യത്തിന്റെ മഹത്വം നീ ഒന്ന് അനുഭവിക്കണം. മറിച്ചിടാത്ത ദോശ. ഒരു ഭാഗം ബന്ധു, ഒരു ഭാഗം പെന്തക്കോസ്. പേരുണ്ട്, സ്വോത്ര പ്രാർത്ഥക്കാർ, കയ്യടിക്കാരൊക്കെ പറയാം. പക്ഷേ ഒരു ഭാഗം എന്തിനോടും കയറി ഒട്ടും, എന്തിനോടും കയറി ഒട്ടും. എന്നോട് നോക്കിയേ, ഇന്ന് രാവിലെ ദൂത് പറയുകയാണ്, ആവശ്യത്തെ വഴികളിൽ ഒട്ടരുത്. ഒരുവന് സ്വന്തം ഭാര്യ, സ്വന്തം ഭർത്താവ്. മനസ്സിലായോ? ഒരുത്തിക്ക് സ്വന്തം ഭർത്താവ്, സ്വന്തം ഭാര്യ. മനസ്സിലായോ? ഒരു വ്യക്തിക്ക്, ഒരു പുരുഷന് സ്വന്തം ഭാര്യ, ഒരുത്തിക്ക് സ്വന്തം ഭർത്താവ്. അല്ലാതെ ബന്ധങ്ങളൊന്നും കൂടെ പോകരുത്. ഏകാഗ്രതയ്ക്ക് വിരുദ്ധമായി ഒന്നും വേണ്ട. നിന്റെ കോളേജ് സ്കൂൾ ജീവിതത്തിൽ വശീകരിക്കപ്പെടുന്ന ഒന്നും ഉണ്ടാകാൻ പാടില്ല കേട്ടോ. ക്രിസ്തുവിന് വിരോധമായി, ഉപദേശ വിരോധമായി ഒന്നിന്റെ കൊച്ചുകത്തിൽ വരരുത്. നോ. മറിച്ചിടാത്ത ദോശ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ തിരിച്ചിടണം. ബന്ധിറങ്ങണം. മറ്റൊരു പേരാ വിളിച്ചത് എബ്രീമിനെ പൊട്ടപ്രാവ്. ഭയങ്കര പറപ്പീര, ഭയങ്കര പാട്ട, ഭയങ്കര കയ്യടിയ, ഭയങ്കര പ്രവചനമാ. പക്ഷേ കാഴ്ചയില്ല. എവിടെങ്കിലും ഇടിച്ചു തകരും. അത് സംഭവിക്കാതിരിക്കാൻ നിന്റെ കണ്ണിൽ ലേപം എഴുതുവാൻ, നിന്റെ കണ്ണിൽ ആത്മാവിൽ ലേപം എഴുതുവാൻ, കാഴ്ച പ്രാപിപ്പാൻ ബ്ലസ് മല്ലപ്പള്ളിയിലൂടെ ദൂത് പറയുക. നിന്റെ കണ്ണിന് കാഴ്ച ഉണ്ടാകട്ടെ, ആത്മാവിന്റെ കാഴ്ച ലഭിക്കട്ടെ, അഭിഷേകത്തിന്റെ കാഴ്ച ഉണ്ടാകട്ടെ, നിന്റെ അന്ധത മാറട്ടെ. മൂന്നാമതൊരു പേര് വിളിച്ചു, വഞ്ചനയുടെ വില്ല്. കയ്യിലെടുത്തപ്പോൾ ഒടിഞ്ഞിരിക്കുക. ഉപയോഗിക്കാൻ എടുത്തതാ, കർത്താവിൻ്റെ കയ്യിൽ ഇണങ്ങി ആയുധമായി തീരേണ്ടതാ. പക്ഷെ എടുത്തപ്പോൾ ഒടിഞ്ഞിരിക്കുക. ഒരു വ്യക്തിപരമായ സുവിശേഷം പറയാൻ കൊള്ളത്തില്ല, ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, ഒന്ന് നേരെ നിൽക്കാൻ പറ്റുന്നില്ല, ഒരു സാക്ഷ്യമില്ല, വളഞ്ഞൊടിഞ്ഞു പോയി. ഈ ഉപവാസ പ്രാർത്ഥന കേടുമാറ്റണം. ദൈവാത്മ ഇടപെടുന്നു. മറ്റൊരു പേര് വിളിച്ചു, അപ്പക്കൂട് എന്ന് പറഞ്ഞാൽ രാവിലെ കല്ലുകൂട്ടി അപ്പം തീ കൂട്ടുന്നത് പോലെ ഇസ്രായേൽ പാപം കൂട്ടിക്കൊണ്ടിരുന്നു. ഉപവാസ പ്രാർത്ഥനയിൽ വരിക. അവൻ കടിച്ചു കീറിയിരിക്കുന്നു. വന്നാൽ 4 കാര്യം ദൈവം ചെയ്യാൻ പോവാ. എത്ര കാര്യമാണ്? ഉറക്കെ പറ. ഒന്ന്, സൗഖ്യമാക്കും. പറഞ്ഞാട്ടെ, ഉറക്കെ പറ. വാ തുറന്ന് പറ, സൗഖ്യമാക്കും. യൂട്യൂബിൽ നിന്ന് പറ, സൗഖ്യമാക്കാൻ പോവാ. നീ കേട്ടോ സഹോദര, നീ അടുത്തു വന്നാൽ പണ്ടത്തെ പോലെ നല്ല കാലം, നിനക്ക് സൗഖ്യം തരാൻ പോവാ. നിന്നെ എന്നാ ടെസ്റ്റ് ചെയ്താലും ഒരു രോഗവുമില്ല. പക്ഷെ ദൈവം സന്ദർശിച്ചിരിക്കുക. നീ എത്ര ശ്രമിച്ചിട്ടും നിന്റെ അധ്വാന ഫലം നന്മയില്ല, ഊതിപ്പോവുക. സ്വപ്നം, നീ സഭയെ സ്നേഹിക്കത്തില്ല, ദൈവമക്കളെ സ്നേഹിക്കത്തില്ല, നീ സമ്പന്നനായി, പക്ഷെ നീ കടബാധിതനായി തീരുകയാ. നീ യഥാസ്ഥാനപ്പെട്ടോ. ദൈവവേലയ്ക്ക് കൊടുക്കേണ്ടതുപോലെ കൊടുക്ക്, ദൈവത്തെ മാനിക്കേണ്ടത് മാനിക്ക്. നിന്റെ സ്ഥിതി മാറാൻ മാനിക്കാൻ പോകും ദൈവം ഇന്ന് നമ്മൾ നടുവിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. വരിക, സൗഖ്യമാക്കും. പറഞ്ഞാട്ടെ, സൗഖ്യമാക്കും. സൗഖ്യമാക്കും എന്ന് പറഞ്ഞാൽ സൗഖ്യമാക്കും. സൗഖ്യമാക്കും എന്ന് പറഞ്ഞാൽ സൗഖ്യമാക്കും. എൻ്റെ അമ്മ, എൻ്റെ മദറ്, അമ്മ പറയട്ടെ, 82 വയസ്സുണ്ട് ഇപ്പോഴേ. ഞാൻ വിശ്വാസത്തിൽ വന്ന് 88 ഒറ്റയ്ക്ക് വിശ്വാസി വന്നതാണ്. അപ്പോൾ ഞാൻ ദിവസവും ദൈവത്തെ പ്രാർത്ഥാവേ, എൻ്റെ അപ്പ, എൻ്റെ അമ്മ എല്ലാം രക്ഷിക്കണേ. അപ്പോൾ ഭയങ്കര പള്ളി സ്പിരിറ്റും മാതാവിനോടുമുള്ള സ്പിരിറ്റൊക്കെയാണ്. എൻ്റെ അമ്മ ഭയങ്കര മടർകാട് ഭക്തിയാണ്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു. മാതാവിനോട് വളരെ പ്രാർത്ഥിക്കും. ക്രിസ്തുവിലുള്ള രക്ഷയാണ് ഏകമാർഗം. യേശു ക്രിസ്തു മാത്രം രക്ഷകനെന്ന് ഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ സുവിശേഷം പറയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, അമ്മയെ രക്ഷിക്കണേ, അപ്പനെ രക്ഷിക്കണേ, സഹോദരങ്ങളെ രക്ഷിക്കണേ. അങ്ങനെ എൻ്റെ അമ്മയ്ക്ക് ആ കാലഘട്ടത്തിൽ ഒരു മരണകരമായ രോഗത്തിലൂടെ പോകേണ്ടി വന്നു. യൂട്രസ് എടുത്ത് കളയാൻ രോഗം പിടിപെട്ടു. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. സാമ്പത്തികമായി തകർന്നിരിക്കുന്ന സമയം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് ഞാൻ മടങ്ങി വരികയാണ്. കായംകുളം ടൗണിൽ കൂടി വരുമ്പോൾ കായംകുളം ഭാഗത്ത് കാർത്തികപ്പള്ളി എന്ന സ്ഥലമാണ്. കാർത്തികപ്പള്ളി അരിപ്പാടിനടുത്ത സ്ഥലമാണ്. കായംകുളത്തിനും അരിപ്പാടിനും ഇടയ്ക്കുള്ള സ്ഥലമാണ് കാർത്തികപ്പള്ളി. ഈ കാർത്തികപ്പള്ളിയിൽ ഒരു അനിയൻ കുഞ്ഞ് എന്ന് പറഞ്ഞ ദൈവഭക്തനുണ്ട്. അനിയൻ കുഞ്ഞ് ഒരു 6 അടി പൊക്കമുണ്ട്. തല മുടിയെല്ലാം വെട്ടി, കാലിൽ ചെരുപ്പിടാതെ, ഒറ്റമുണ്ട് കൊടുത്ത് യുബായിട്ട് സഞ്ചി തൂക്കി സുവിശേഷ പ്രതി നടക്കുന്ന ദൈവദാസൻ.
ഇദ്ദേഹം ഞങ്ങളുടെ വീടുകളൊക്കെ കയറി പ്രാർത്ഥിക്കുമായിരുന്നു പണ്ട് കാലങ്ങളിൽ. ഇദ്ദേഹം ടൗണിൽ കൂടെ വരുമ്പോൾ ഞാൻ ഓടിച്ചെന്ന് പറഞ്ഞു, അച്ചായോ അനിയച്ചായോ, ഞാൻ രക്ഷിക്കപ്പെട്ട അച്ഛാ, സ്നാനപ്പെട്ടു, എൻ്റെ അമ്മ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്, ഒന്ന് പ്രാർത്ഥിക്കാവോ എൻ്റെ അമ്മയ്ക്കൊരു സൗഖ്യം കിട്ടാൻ വേണ്ടി. ഇദ്ദേഹം ഒരു ലജ്ജ കൂടാതെ ആ ടൗണിൽ വെച്ച് കൈ ഉയർത്തി എൻ്റെ ശിരസിൽ കൈവച്ചു, മോനെ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എൻ്റെ ശിരസിൽ കൈവച്ചപ്പോൾ ഈ ടൗണിൽ കൂടെ പോയ ആളുകളെല്ലാം കൂടി ഈ മനുഷ്യൻ എന്ത് ചെയ്യാൻ പോയി, കൊച്ചു മനുഷ്യനെ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ ഇവൻ്റെ അമ്മ ഹോസ്പിറ്റലാണല്ലോ, എൻ്റെ വേദന ഓർക്കണമേ, എൻ്റെ അമ്മയെ സൗഖ്യമാക്കണമേ, യേശുവേ അവളെ സൗഖ്യമാക്കണം, ഇപ്പോൾ തന്നെ അവിടുത്തെ കരം നീട്ടണമേ, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞു. എന്നോട് പറഞ്ഞു, മകനെ നിൻ്റെ അമ്മയ്ക്ക് സൗഖ്യം വന്നിരിക്കുക, എൻ്റെ അകത്തൊരു മുഴക്കം സൗഖ്യമാക്കും. ഞാൻ തിരിച്ച് ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ അഡ്മിറ്റായിട്ട് 2 ദിവസമായി. ഞാൻ അന്ന് വൈകിട്ട് പോയിട്ട് പിന്നെയും വരികയായിരുന്നു. ഞാൻ തിരിച്ചു പോയിട്ട് പറഞ്ഞു, അമ്മ നാളെ അമ്മയ്ക്ക് സർജറി ഇല്ല, O-, 2 കുപ്പി ബ്ലഡ് 2 പേരെ ക്രമീകരിച്ചിരിക്കുക, ഫുഡ് കൊടുക്കാതിരിക്കുക, നാളെ സർജറിയാണ്. ഞാൻ പറഞ്ഞു, അമ്മ നാളെ സർജറി ഇല്ല അമ്മയ്ക്ക്, സ്വപ്നം. അപ്പോൾ എൻ്റെ അമ്മ പറയാ, മോനെ സർജറിക്ക് വേണ്ടി എല്ലാം ക്രമീകരണം ചെയ്തു. ഞാൻ പറഞ്ഞു, അമ്മയ്ക്ക് സൗഖ്യമാണ്. അപ്പോൾ ഞാൻ സൗഖ്യം എന്ന് പറയുമ്പോൾ ഈ അടുത്ത ബെഡേ കിടന്നവരെല്ലാം വന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മയ്ക്ക് സൗഖ്യമാണ്. അവർ കളിയൊക്കെ പറഞ്ഞു, മണ്ടത്തരം പറയുന്നത് പോടോ വീട്ടിൽ. ഞാൻ പറഞ്ഞു, പോകത്തില്ല, അമ്മയ്ക്ക് സൗഖ്യമാണ്. സംസാരം കൂടി, ആളം കൂടി. എൻ്റെ അമ്മ പറഞ്ഞു, ആമേ മോനെ നീട്ടിപ്പോ, നാളെ സർജറി ഉണ്ട്. അപ്പോൾ അവിടെ കൗണ്ടറിരുന്ന നേഴ്സ് കേട്ടു, അവൾ ഓടി വന്നു, എന്തോ ഇവിടെ ബഹളം. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മയ്ക്ക് നാളെ സർജറി ഇല്ല, എൻ്റെ അമ്മയ്ക്ക് സൗഖ്യമാണ്. അപ്പോൾ അവിടെ നിന്നൊരു പറഞ്ഞു, ഒരു ബട്ടാണ് ഈ സഹോദരി കേട്ട് ഞങ്ങൾ കളിക്കാനിരിക്കുന്ന നല്ലോടോ ഇറങ്ങണോ എന്ന് പറഞ്ഞു, കഴുത്തെ പിടിച്ച് ഒറ്റത്തുള്ളു. ഞാൻ പറഞ്ഞു, പോകത്തില്ല, എൻ്റെ അമ്മയ്ക്ക് സൗഖ്യമാണ്. ഈ ആത്മപൂർണ്ണൻ ഭ്രാന്തൻ എന്ന് പറഞ്ഞ പോലെ എന്നെ ഈ കാര്യത്തിൽ ഭ്രാന്തനാക്കി ദൈവം. എൻ്റെ വാ തുറന്നാൽ സൗഖ്യമേ വരുത്തുള്ളൂ. ഞാൻ പോഷനെ പോലെ പറയാം, സൗഖ്യമാ. എൻ്റെ അമ്മ അവിടെ നിന്ന് പറഞ്ഞു, മോനെ നിൻ്റെ യേശു എന്നെ വിടുവിക്കുകയാണെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ പ്രാർത്ഥനയ്ക്ക് വരാം. ഞാൻ പറഞ്ഞു, അമ്മ എഴുന്നേക്ക്. ഇവരെല്ലാം എന്നെ നാണം കളിയാക്കൊണ്ട് നിൽക്കുക. ഞാൻ പതുക്കെ എൻ്റെ അമ്മയെ പൊക്കി. ആമേ രക്ഷയുടെ വാചകം, ആമേ പാപമെല്ലാം ഏറ്റുപറയിച്ചു. 10 മിനിറ്റ് രക്ഷയുടെ വാചകം എനിക്കറിയാവുന്നല്ലേ ഞാൻ ഏറ്റുപറയിപ്പിച്ചു. കർത്താവിനെ സ്വന്തം രക്ഷമായി സ്വീകരിച്ചു. ആമേ സൗഖ്യത്തിനായി പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, അമ്മ ഇന്നിപ്പോൾ വൈകിട്ട് 6 മണിയായി. നാളെ ഒരു 11 മണി 12 മണി വരെ അമ്മ യേശുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. കാര്യം സൗഖ്യം കിട്ടിക്കഴിഞ്ഞാൽ ആൾ മാറുമല്ലോ, അങ്ങനല്ലേ സ്വഭാവം. അവൻ എനിക്ക് എളിയ ബുദ്ധിയിൽ ഞാനങ്ങ് പറഞ്ഞു കൊടുത്തു. അമ്മ തലയാട്ടി അവിടെ കിടന്ന് കരഞ്ഞുകൊണ്ട് കിടന്നു. പാപോ ഭയങ്കര കരച്ചിലായി പോയി, ഏറ്റു പറഞ്ഞപ്പോൾ ഭയങ്കര കരച്ചിലായി. അവിടെ കിടന്നു, ആളുകളെല്ലാം കൂവി. ഞാൻ ഇറങ്ങി ഓടി. പറയട്ടെ, ഞങ്ങളെല്ലാം പിറ്റേ ദിവസം സർജറിക്ക് വേണ്ടി വന്നു. എൻ്റെ അമ്മയെ തിയേറ്ററിൽ കൊണ്ടുപോയി ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി. ഒരു 2 മണിയായപ്പോൾ ഡോക്ടർ മാത്യൂസ്, അന്നത്തെ കാലത്ത് ഒരു പ്രധാന ഡോക്ടറാണ്, അദ്ദേഹം ഇറങ്ങി ചോദിച്ചു, മറിയാമ്മയുടെ ആൾക്കാർ ആരാണ്? ഞങ്ങളാണ്. അതെ, മറിയാമ്മയ്ക്ക് സർജറിക്ക് വേണ്ടി ഞങ്ങളെല്ലാം റെഡിയായതാണ്, അത് ആവശ്യമായിരുന്നു. പക്ഷെ ഞങ്ങൾ വീണ്ടും ഒന്ന് ചെക്കപ്പ് ചെയ്തപ്പോൾ മറിയാമ്മയ്ക്ക് ഇപ്പോൾ സർജറി ആവശ്യമില്ല. 1989 എൻ്റെ അമ്മ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് അത്ഭുതമായി സൗഖ്യമാക്കി. ഇന്നുവരെ ആയുസ്സോടെ ആരോഗ്യത്തോടെ അഭിഷേകത്തോടെ എന്നോടൊപ്പം ദൈവത്തെ സേവിക്കുന്നു. സൗഖ്യമാക്കും എന്ന് പറഞ്ഞാൽ സൗഖ്യമാക്കും കേട്ടോ. ഞങ്ങളാരും മെഡിസിനെതിരല്ല, ഡോക്ടേഴ്സിനെതിരല്ല. ഇങ്ങനെയും കൂടെ ഉണ്ടെന്ന് ഉറപ്പിക്കണം, ഇങ്ങനെയും കൂടെ സംഭവിക്കും കേട്ടോ. യേശു ജീവിക്കുന്നു, യേശു സൗഖ്യമാക്കുന്ന കർത്താവാണ്. നിന്നെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞാൽ സൗഖ്യമാക്കും. ഈ രോഗശാന്തി അനേക പ്രാവശ്യം ഞാനും അനുഭവിച്ചിട്ടുണ്ട്, ഇവിടെ ഇരിക്കുന്നവർ അനുഭവിച്ചിട്ടുണ്ട്. കർത്താവ് സൗഖ്യമാക്കും. എൻ്റെ അമ്മ മാനസാന്തരപ്പെട്ടു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, ആത്മാവിന് സത്യത്തിലും ആരാധിക്കുന്നു. സൗഖ്യമാക്കും. ഉറക്കെ പറഞ്ഞാട്ടെ, സൗഖ്യമാക്കും. പ്രൈസ് ഗോഡ്. നിന്റെ ജീവിതത്തിന്റെ മുറിവ് കെട്ടും. ഉറക്കെ പറഞ്ഞാട്ടെ, മുറിവ് കെട്ടും. ഉറക്കെ പറ, മുറിവ് കെട്ടും. ഉറക്കെ പറ. വാക്കുകൊണ്ട് മുറിച്ച മുറിവുണ്ടാകാം, ദൈവം മുറിച്ച മുറിവാകാം, ദുഷ്ടപിശാച് നിന്നെ മുറിച്ചതായിരിക്കാം, മനുഷ്യൻ നിന്നെ മുറിച്ച മുറിവായിരിക്കാം. പക്ഷെ ഉപവാസ പ്രാർത്ഥന ഈ ബ്ലസ് മല്ലപ്പള്ളിയിലൂടെ നിന്നെ മുറിവ് കെട്ടാൻ പോവാം. ലൈവായി ശ്രദ്ധിക്കുന്ന സഹോദര, നീ നാളെയോ 10 വർഷം കഴിഞ്ഞോ ഈ മെസ്സേജ് കേൾക്കുന്ന ആളായിരിക്കാം. പക്ഷെ നിന്നോട് ദൂത് പറയുകയാണ്, നിന്റെ ഹൃദയത്തിന്റെ മുറിവ് ദൈവം കെട്ടാൻ പോവുകയാ.
ഒരു പാട് പോലുമില്ലാതെ. എൻ്റെ പെങ്ങളെ, എൻ്റെ സഹോദര സഹോദരി, ആൻറ്റി അച്ചായ കുഞ്ഞെ, നിങ്ങളുടെ ദൂത് പറയുകയാണ്, നീ കുറിച്ചു വെച്ചോ. ആമേ, ഒരു പാട് പോലുമില്ലാതെ നിന്റെ ദൈവം ആമേ മുറിവ് കെട്ടാൻ പോകുക. നിന്റെ വേദന, നിന്റെ നിന്ന, നിന്റെ പരിഹാസം, നിന്റെ ഒറ്റപ്പെടൽ, നിന്റെ ആക്ഷേപങ്ങൾ, നിന്നെ ചെളിവാരി എറിഞ്ഞത്, നിന്നെ ആക്ഷേപിച്ച സകല വിഷയത്തെയും തുടച്ചു കളയാൻ പോകുന്ന ആ നിമിഷങ്ങള് വരാൻ പോകുകയാണ്. നിന്റെ മുറിവ് കെട്ടും. നിന്റെ ഹൃദയത്തിലെ ആഴമായ മുറിവുകൾ ദൈവാത്മ ഓർപ്പിക്കുകയാണ്. നിന്റെ നാവ് കൊണ്ട് ആരെയും മുറിക്കണ്ട, ആരെയും വാക്കുകൊണ്ട് കൊല്ലണ്ട. നീ നാവിനെ സൂക്ഷിക്കണം. ആമേ, നിന്നെ ആരെങ്കിലും മുറിച്ചെങ്കിൽ നിന്റെ മുറിവ് കെട്ടും. യെരുശലേമിൽ നിന്നും ആമേ യെരിഹോയിലേക്ക് പോയ ആമേ ബിസിനസ്സുകാരനായ ചെറുപ്പക്കാരനെ, ആ മനുഷ്യനെ അവൻ്റെ വാഹനമൃഗത്തിൽ കൊള്ളക്കാൽ പിടിച്ചിറക്കി അവൻ്റെ വാസ്തവം ഉരിഞ്ഞെടുത്തു, അവനെ അടിച്ചു മുറിച്ചു, അവൻ്റെ കൊള്ള പങ്കിട്ട് പോയി. പക്ഷേ പറയട്ടെ, ശമരിയക്കാരൻ അതിലെ വന്നു. അതിനു മുമ്പ് ലേവ്യനും ആമേ പുരോഹിതനും വന്നെങ്കിലും കുനിഞ്ഞു നോക്കിപ്പോയി. പക്ഷേ നല്ല ശമരിയക്കാരൻ അവനെ പൊക്കിയെടുത്തു, എണ്ണയും വീഞ്ഞും പകർന്നു, അവനെ മുറിവ് കെട്ടി വഴിയമ്പലത്തിലാക്കി. അവരോട് പറഞ്ഞു, അവൻ ഞാൻ മണ്ണാൽ ഇനി മടക്കി തരാം, ഇവനെ സൂക്ഷിക്കുക. എന്നോട് നോക്കിക്കേ, ആ മുറിവ് കിട്ടിയ നല്ല ശമരിയക്കാരൻ, പൊക്കിയെടുത്ത ശമരിയക്കാരൻ ഇവിടെ വന്നിട്ടുണ്ട്. അവൻ നിന്നെ മുറിവ് കെട്ടാൻ പോകുകയാ. ഓർക്ക പറ, മുറിവ് കെട്ടും എന്ന് പറഞ്ഞാട്ടെ. മുറിവ് കെട്ടും. മൂന്നാമത്തെ കാര്യം പറയാം, ജീവിപ്പിക്കും. ഉറക്കെ പറഞ്ഞ ജീവിപ്പിക്കും. ബ്ലസ് മല്ലപ്പള്ളിയിലൂടെ നിന്നെ ജീവിപ്പിക്കാൻ പോകുകയാ. ആമേ, നിന്റെ ജനം നിന്നെ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയല്ലോ. ജീവിപ്പിക്കുന്നത് ആത്മാവാ. ഉറക്കെ പറ, ജീവിപ്പിക്കുന്നത്. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിന്റെ പ്രഭാവം ഉണ്ടായിക്കൊണ്ടിരിക്കുക. ആത്മാവ് നിന്നെ ജീവിപ്പിക്കാൻ പോകുക. അഭിഷേകത്തിന്റെ ശക്തി നിന്റെ മേൽ വ്യാപരിക്കുമ്പോൾ യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെങ്കിൽ, ക്രിസ്തു യേശുവിനെ മണത്ത് ഉയർപ്പിച്ചവൻ നിങ്ങൾ വസിക്കുന്നതിന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യശരീരങ്ങളെ ജീവിപ്പിക്കും. അതൊരു പ്രത്യാശയാണ്. ഈ വർത്തമാനകാലത്ത് ഇപ്പോൾ നിന്നെ ജീവിപ്പിക്കും. നിന്റെ നാട്ടുകാരുടെ നടുവിൽ, നിന്റെ വീട്ടുകാരുടെ നടുവിൽ, നിന്റെ കുടുംബക്കാരുടെ നടുവിൽ നിന്നെ ജീവിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞവരുടെ നടുവിൽ നിന്നെ ജീവിപ്പിക്കുന്ന ഒരു അഭിഷേകം ഇവിടെ വെളിപ്പെടുക. ജീവിപ്പിക്കുക മാത്രമല്ല, ആമേ, യഹോവയെ നീ അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ, ഇത്രയും കാര്യത്തിൽ വിശ്വസ്തനായാൽ എഴുന്നേൽപ്പിക്കും. ഉറക്കെ പറഞ്ഞ് എഴുന്നേൽപ്പിക്കും എന്ന് പറഞ്ഞാട്ട് മല്ലപ്പള്ളി നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. ദേശത്ത് എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. എന്നെ കേൾക്കുക സഹോദര, നീ എവിടെയാണോ കുനിഞ്ഞിരിക്കുന്നത്, എവിടെയാണോ നിന്ദിക്കപ്പെട്ടിരിക്കുന്നത്, ആ ദേശത്ത്, ആ പട്ടണത്തിൽ, ആ രാജ്യത്ത് നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോകുകയോ. എന്നും നീ വീണ് കിടക്കാനല്ല, എന്നും നീ കുനിഞ്ഞിരിപ്പാനല്ല, എന്നും നാണിച്ചിരിക്കാനല്ല, എന്നും ലജ്ജിച്ചിരിക്കാനല്ല. എഴുന്നേൽപ്പിക്കുന്ന അഭിഷേകം പുഷ്ടി നിമിത്തം മുഖം തകരാൻ പോകുക. അഭിഷേകത്തിന്റെ ശക്തിയാ മുഖമെല്ലാം തകരട്ടെ. ഒരു പ്രഭാതം പോലെ, ഒരു ഉദയം പോലെ അവൻ വരാൻ പോകുകയാ. ഒരു മഴ പോലെ അവൻ വരാൻ പോകുകയാ. ഒരു പ്രഭാതം നീ കാണാൻ പോകുകയാ. ഒരു മഴ നീ കാണാൻ പോകുകയാ. ഒരു മഴ, ഒരാത്മ മഴ, അഭിഷേകത്തിന്റെ മഴ നീ അനുഭവിക്കാൻ പോകുകയാ. വരുവീൻ, നാം യഹോവയുടെ അടുക്കൽ ചെല്ലുക. അവൻ കടിച്ചു കീറിയിരിക്കുന്നു, അവൻ സൗഖ്യമാക്കും, അവൻ മുറിവ് കെട്ടും, അവൻ ജീവിപ്പിക്കും, എഴുന്നേൽപ്പിക്കും. മാത്രമല്ല, ഒരു മഴ പോലെ വരും. എത്ര പ്രതീക്ഷിക്കുന്നുണ്ട്? ഒരു മഴ, ആത്മമഴ. ഒരു വലിയ മഴയുടെ മുഴക്കമുണ്ട്. ഓ, ആ വിണ്ടുകീറി കിടക്കുന്ന ആ ഊഷര ഭൂമിയിൽ പരിശുദ്ധാത്മാവിന്റെ മഴ അയക്കട്ടെ.